Okay, Sharika, we are live. നമസ്കാരം. ജനസംസ്കൃതി നടത്തുന്ന വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് നടത്തുന്ന ചർച്ചയുടെ 2ാം ദിവസത്തിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഈ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് 2 ദിവസങ്ങളിലായി നടത്തുന്ന ഈ FB ലൈവ് സെഷൻ. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറുകയും അത് വിദ്യാർത്ഥി സമൂഹത്തെയും അധ്യാപകരെയും പ്രൊഫഷണൽ കോഴ്സുകളെയും മറ്റും എത്രമാത്രം ബാധിച്ചിരിക്കുന്നു എന്നതിനുള്ള ഒരു ഉത്തരം കൂടി നൽകുവാനാണ് ഇന്നത്തെ ഈ ചർച്ച. ഇന്നലെ നടത്ത ചർച്ചയിൽ അതിഥികളായി എത്തിയത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രൊഫസർ ജസ്റ്റിൻ മാത്യു, JNU SFI സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെമ്പറും കൂടിയായ നിതീഷ് നാരായണും കൂടിയായിരുന്നു. ഓൺലൈൻ ക്ലാസുകൾ, സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ്, ECA കോട്ട എന്നീ എല്ലാ വിഷയങ്ങളും കുറിച്ചും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത് ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രൊഫസർ സഖി ജോൺ, ഒപ്പം വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന വിശ്വജിത്ത് വിപിനും. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സംസാരിക്കുവാനും ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ അശ്വതി ദാമോദരനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് രണ്ട് സ്പീക്കേഴ്സും ഒന്നൊന്നായിട്ട് 20-25 മിനിറ്റ്സിന്റെ അവരുടെ ഒരു വ്യൂ പോയിന്റ് വെക്കുകയും തുടർന്ന് ലൈവിൽ വരുന്ന കമന്റ്സും അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും എല്ലാം കൂടെയുള്ള ഒരു ഡിസ്കഷനുമായിട്ടാണ് ഇന്നത്തെ ഫോർമാറ്റ്. അപ്പോൾ ആദ്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ ഡോക്ടർ സഖി ജോണിനെ ക്ഷണിക്കുന്നു. താങ്ക് യു അശ്വതി. എല്ലാവർക്കും നമസ്കാരം. ജനസംസ്കൃതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വെക്കുവാന് തുനിഞ്ഞ നിങ്ങളെ, ഈ കമ്മിറ്റിയെ ഞാൻ ആദ്യമായി അനുമോദിക്കുന്നു. എന്നെ ക്ഷണിച്ച നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദിയെ, സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടം, ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടം വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളി ഏറിയ ഒന്നാണ്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല. നമ്മൾ കോവിഡിനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഇപ്പൊ 1910 കോളറ ഏതാണ്ട് 8 ലക്ഷം പേരുടെ ജീവൻ കവർന്ന ഒരു സംഭവമാണ്. 1918 വരികയാണെങ്കിൽ നമ്മൾ വേൾഡ് വാർ 1 ലോകമഹായുദ്ധം ഒന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ സ്പാനിഷ് ഫ്ലൂവുമായിട്ട് ഏതാണ്ട് 18 മില്യൺ, ഏതാണ്ട് 1,70,00,000 പേരുടെ ജീവനാണ് ഇന്ത്യയിൽ കവർന്നത്. ആ യുദ്ധത്തില്, വേൾഡ് വാറിൽ മരിച്ചതിലും കൂടുതൽ ആൾക്കാര് ഈ സ്പാനിഷ് ഫ്ലൂ കൊണ്ട് ഈ ലോകത്തിൽ മരിച്ചു. ഏതാണ്ട് 100 മില്യൺ ആൾക്കാരാണ് ലോകത്തിൽ സ്പാനിഷ് ഫ്ലൂ കൊണ്ട് മരണമടയുന്നത്. അപ്പൊ 74 വരികയാണെങ്കിൽ നമ്മൾ സ്മോൾ പോക്സിനെ കണ്ടു. ഏതാണ്ട് 60% ഏറെ വേൾഡ് പോപ്പുലേഷൻ, 60% ഇന്ത്യയിലായിരുന്നു ഈ സ്മോൾ പോക്സ് വന്നത്. അത് കഴിഞ്ഞിട്ട് 94 നമ്മള് പ്ലേഗിനെ നമ്മൾ കണ്ടു. സൂററ്റില് അനേകായിരങ്ങൾ മരിച്ചു വീണു. 2002 അല്ലെങ്കിൽ 2004 സാർസ്, പ്രത്യേകിച്ച് ഒരുപാട് കോവിഡ്-19 ആ വൈറസുമായിട്ടൊക്കെ ഒരു ബന്ധമുള്ള ഒരു സാർസ് നാം തരണം ചെയ്തു. 2002 2004 ഒക്കെ വന്നു. 2006 വരികയാണെങ്കിൽ ഡെങ്കു വന്നു, ഡെങ്കി പനികൾ വന്നു, ചിക്കൻ ഗുനിയ വന്നു. 2014 നമ്മൾ സ്വൈൻ ഫ്ലൂവിനെ, നിപ്പായെ ഒക്കെ തരണം ചെയ്തു. എന്നാൽ കോവിഡ്-19 വളരെ വ്യത്യസ്തമാണ്. ഇത് അടുത്ത കുറെ നാളും കൂടെ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒരു പക്ഷേ ഒരു 1.5 വർഷം അല്ലെങ്കിൽ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് വരെ ഈ കോവിഡ്-19 നമുക്ക് ജീവിച്ചേ പറ്റും. അപ്പൊ ഇവിടെ നമ്മളെ ഈ കോവിഡ്-19 നമ്മളെ ഓർപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏതാണ്ട് 1.29 GDP മാത്രമാണ് നമ്മൾ പബ്ലിക് ഹെൽത്തിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഈ പബ്ലിക് ഹെൽത്തിന്റെ സ്പെൻഡിങ്ങിലോട്ടൊക്കെ ഒന്ന് തിരിച്ചു നോക്കുവാന്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് ഈ കോവിഡ്-19. ഏതാണ്ട് ഇപ്പം മറ്റു രാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ, ബ്രസീലിനെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 9.2% ഓഫ് GDP they are spending on health. സൗത്ത് ആഫ്രിക്ക നോക്കുകയാണെങ്കിൽ 8.1 GDP അവര്
ഹെൽത്തിന് വേണ്ടി, പബ്ലിക് ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇവിടെ 3.6 ആണ്. അതിനകത്ത് പബ്ലിക് സ്പെൻഡിങ് എന്ന് പറയുന്നത് 1.29 ആണ്. നേരത്തെ 2.4 വരെ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്താണ് ഇത് പുറകോട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഒക്കെ ഒന്ന് തുറന്നു കാട്ടുവാനാണ് ഈ COVID-19 നമ്മളെ സഹായിച്ചു. എന്നാലും നമ്മൾ മിലിറ്ററി സ്പെൻഡിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, സേനയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കുന്ന പണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 250% വർധനവാണ് കഴിഞ്ഞ 30 വർഷക്കാലം ഉണ്ടായത്. ഏതാണ്ട് 2.4% GDP വി ആർ സ്പെൻഡിങ് ഓൺ മിലിറ്ററി. ലോകത്തെ തന്നെ 3rd ലാർജസ്റ്റ് സ്പെൻഡിങ് ആണ് മിലിറ്ററിയിൽ. അമേരിക്കയും ചൈനയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിലിറ്ററിയിൽ സ്പെൻഡ് ചെയ്യുന്ന രാജ്യം നമ്മുടേതാണ്. ഞാൻ മറ്റു ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനാണ്, പ്രത്യേകിച്ച് ഈ ടൈംലി ആക്ഷനെ പറ്റി. 1986 ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്താണ്, ഞങ്ങളുടെയൊക്കെ യൗവന കാലത്ത് HIV AIDS ഇന്ത്യയിൽ വന്നു. ഒരു സെക്സ് വർക്കറിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് 1986. അന്ന് നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു പത്രസമ്മേളനം കൂട്ടി വിളിച്ചു പറഞ്ഞു, ഇത് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്ന കാര്യമല്ല, ഒരു ഡിനയൽ മോഡിലായിരുന്നു. 1990 വരെ നമ്മൾ ഉറങ്ങിക്കിടന്നു. 1991 ഉറക്കമണ്ണിട്ട് നമ്മൾ നോക്കിയപ്പോഴ് ഏതാണ്ട് ഇന്ത്യയിലെ 2 മില്യൺ ആൾക്കാരാണ് HIV AIDS ഇൻഫെക്ഷൻ ബാധിച്ചത്. ഞാനിത് ഓർപ്പിച്ചെന്ന് പറഞ്ഞാല് കോവിഡിന്റെ കാര്യത്തിൽ നമുക്ക് ഇത്തരം അബദ്ധങ്ങളൊക്കെ പറ്റി. മെഴുകുതിരി കത്തിച്ചും കൈകൊട്ടിയൊക്കെ കോവിഡിനെ തരണം ചെയ്യാമെന്ന് നമ്മൾ, പ്രത്യേകിച്ച് ICMRലെ ശാസ്ത്രജ്ഞന്മാര് ഉൾപ്പെടെയുള്ളവര് നമ്മളെ പഠിപ്പിച്ചു. ഒരു അവയർനെസ് പ്രോഗ്രാം ഒരുക്കുന്നതിന് പകരം ഇന്ത്യയിലെ ജനങ്ങളെ ഒരു പക്ഷേ ഞാൻ പറയാമല്ലോ ഒരു വിഡ്ഢികളാക്കുവാനായിട്ടായിരുന്നു ആ പരിപാടികളൊക്കെ. അത് കഴിഞ്ഞിട്ട് രാജ്യത്തെ കുട്ടിച്ചോറാക്കുവാനായിട്ട് 24 മണിക്കൂറിനകം ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു, കംപ്ലീറ്റ് ലോക്ക്ഡൌൺ. അവിടെ നിങ്ങൾ മൈഗ്രന്റ് ഇഷ്യൂസിനെ കണ്ടു, പലായനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. പട്ടിണി മരണങ്ങൾ കണ്ടു, ആത്മഹത്യകൾ കണ്ടു, ഡിപ്രഷൻ കണ്ടു, ഡിസ്ട്രസ് കണ്ടു. ഇതൊക്കെ ഒരു വശത്ത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ഇത് ഓർപ്പിച്ചു എന്നത് കോവിഡിന്റെ പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം. വിദ്യാർത്ഥി പ്രക്ഷോഭണങ്ങളും അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതിക്കും എതിരായ സമരങ്ങൾ കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴാണ് സർക്കാരിന് ഒരു അനുഗ്രഹമായിട്ട് COVID-19 വരുന്നത്. ഉന്നത വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ അപ്രോച്ചിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ്, ഇഷ്യൂസ് ആണ് നേരിടുന്നത് എന്നാണ് ഞാൻ അടുത്ത 10 മിനിറ്റിൽ അല്ലെങ്കിൽ 15 മിനിറ്റിൽ പറയാനായിട്ട് പോകുന്നത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ പ്രാക്ടിക്കൽ ഇതിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് മാത്രം. ഇപ്പം ICMR പോലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും അനേകായിരങ്ങൾ അല്ലെങ്കിൽ അനേക വിദ്യാർത്ഥികൾ PhD ഒക്കെ ചെയ്ത് ഇറങ്ങുന്ന ICMR പോലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഡയലൂട്ട് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. അതായത് ഭരണ സംവിധാനത്തോട് ബന്ധപ്പെട്ട് കിടത്ത് അവർക്ക് സ്വതന്ത്രമായി അവരുടെ ഓട്ടോണമി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് നാം നിൽക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ JNUവിനെ പറ്റി അല്ലെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ പറ്റി അല്ലെങ്കിൽ ജാമിയ മിലിയയെ പറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയെ പോലുള്ള സോഷ്യൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് അതിന്റെ ഓട്ടോണമിയെ ബാധിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും ഡയലൂട്ട് ചെയ്യുന്ന രീതിയിൽ, അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ, തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ അതിന് ശക്തി പകരുന്നതാണ് ഈ COVID-19 അതിന്റെ ഡിജിറ്റലൈസേഷൻ. അതിനൊരു സംശയമില്ല. ഇപ്പൊ ക്ലാസ് റൂം എന്ന് പറയുന്നത്, ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്. അവിടെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ജൈനന്മാരുണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, സിഖുകാരുണ്ട്. അവിടെ കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, കർണാടകയുണ്ട്, നോർത്ത് ഈസ്റ്റ് ഉണ്ട്. അവിടെ പല ജാതിക്കാരുണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, ജനറൽ ഉണ്ട്, മറ്റെല്ലാ സമുദായക്കാരും. അപ്പം
ഇതൊരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. പല കൾച്ചറുള്ള, പല എന്താ പറയുന്നത്, പല 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 മതത്തിലുള്ളവര്, പല കാസ്റ്റിലുള്ളവര് ഒക്കെ ഒന്നിച്ചു വരുന്ന ഒരു സ്ഥലമായിട്ടാണ് ക്യാമ്പസിനെ നാം എപ്പോഴും കാണുന്നത്, അല്ലെങ്കിൽ കാണേണ്ടത്. അവിടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അതിപ്പോ നടക്കുന്നില്ല. അപ്പൊ നോളജ് ഷെയറിംഗ് എന്ന് പറയുന്നത് നാം എപ്പോഴും ഈ ബുക്കുകളിലേക്ക് മാത്രമാണ് നാം കൊണ്ടുപോകുന്നത്. അപ്പൊ ബുക്കുകൾക്ക് ഉപരിയായിട്ട്, അല്ലെങ്കിൽ പാഠപുസ്തകത്തിനുപരിയായിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സ് വളരുന്നില്ല. പക്ഷെങ്കിൽ ക്യാമ്പസുകളിൽ അത് നടക്കുന്നില്ല, ഡിജിറ്റലൈസേഷനിൽ അത് നടക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഇതാണ് നമ്മുടെ കൾച്ചറൽ എക്സ്ചേഞ്ച്, നോളജ് എക്സ്ചേഞ്ച്. ഒരു മതത്തിനുപരി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജാതിക്കുപരി, ഒരു സംസ്ഥാനത്തിനുപരി ഒക്കെ ഒന്നിച്ച് വളരുവാൻ, നമ്മുടെ നോളജ് ഷെയർ ചെയ്യുവാൻ ഒക്കെ ഉള്ള ഒരു സ്ഥലമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം ആ കൾച്ചർ പഠിക്കുവാനൊക്കെ നമ്മളെ അത് സഹായിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ MCD സ്കൂളുകൾ ഡൽഹിയെ പോലുള്ള ഏതാണ്ട് 52% ആൾക്കാർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള സ്ഥലമാണ് ഡൽഹി. ഡൽഹിയിലെ MCD സ്കൂളിൽ പോലും ഏതാണ്ട് 40% കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നു. ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി കേരളത്തിലുണ്ടായിരുന്നു. ദേവികയെ നാം ഒക്കെ ഓർക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, SFS സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റ് പോളിസികൾ, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ എഡ്യൂക്കേഷൻ പോളിസി, അതൊരു പക്ഷെങ്കിൽ കോവിഡ് കാലത്ത് കുറച്ചുകൂടി അവർക്ക് ഈ സന്ദർഭം ഉപയോഗിക്കാനായിട്ട് അവർക്ക് കഴിയും. കൂടുതൽ ഏത് കോളേജിൽ നോക്കിയാലും, ഏത് ക്യാമ്പസിൽ നോക്കിയാലും, ഇപ്പൊ ജാമിയ മിലിയ അല്ല, ജാമിയ ഹംദർദ് അല്ല, DU അല്ല, ഏത് കോളേജുകൾ നോക്കിയാലും അവിടെയെല്ലാം SFS കോഴ്സുകൾ, സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ കൂടുതൽ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഈ കോവിഡ് കാലത്ത്, അല്ലെങ്കിൽ ഈ ഡിജിറ്റലൈസേഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ഈ കോവിഡ് കാലം, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി അവരെ സഹായിക്കുമെന്നതിന് ഒരു സംശയമില്ല. നാലാമത്തേത് സ്റ്റുഡൻസ് ഫാക്കൽറ്റി റേഷ്യോ. ഏതാണ്ട് 20 തൊട്ട് 30% വരെ എല്ലാ കോളേജുകളിലും, എല്ലാ ക്യാമ്പസുകളിലും അഡോക്ക് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ടെമ്പററി അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 3 വർഷത്തേനുള്ള അപ്പോയിന്റ്മെന്റ്, അല്ലെങ്കിൽ 1 വർഷത്തേനുള്ള അപ്പോയിന്റ്മെന്റ്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അപ്പോയിന്റ്മെന്റുകളെല്ലാം അവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡറിലെല്ലാം റദ്ദാക്കി ഈ ഡിജിറ്റലൈസേഷന്റെ വലിയ. അപ്പൊ സ്റ്റുഡന്റ് ഫാക്കൽറ്റി റേഷ്യോ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഈ അവസരം. അത് വളരെ 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 നന്നായിട്ട് അവര് ഉപയോഗിച്ചു. അപ്പം നല്ല ക്വാളിറ്റിയുള്ള ഫാക്കൽറ്റിയെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ഓരോ ക്യാമ്പസിൽ. ഇപ്പം IOE, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഇന്നലെ അതിനെപ്പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പം കടലാസിൽ പോലും ഇല്ലാത്ത ജിയോ യൂണിവേഴ്സിറ്റിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് കൊടുത്തു. അപ്പൊ ഇതിന്റെ റാങ്കിങ്ങിന്റെ ഒരു ക്രെഡിബിലിറ്റി തന്നെ നമുക്ക് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഡിജിറ്റലൈസേഷൻ വരുന്നതോടുകൂടി ഇതിന് വളരെ വലിയ ഒരു ആക്കം കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്തരം റാങ്കിങ്ങിൽ ഒക്കെ കൂടുതലായിട്ട് നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. അഞ്ചാമതായിട്ട് പറയാനുള്ളത് പ്രൈവറ്റൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ. അപ്പം ഡിജിറ്റലൈസേഷൻ അതിന് ഒന്നുകൂടി ആക്കക്കൂട്ടിയാണ്. കാര്യം ഗവൺമെന്റ് ഫോക്കസ് ഏറ്റവും കൂടുതൽ കുറഞ്ഞു നിൽക്കുന്ന രണ്ട് സെക്ടറാണ്. ഒന്ന് ഹെൽത്ത്, ഒന്ന് എഡ്യൂക്കേഷൻ. ഒരു വശത്ത് അവർ ഇതിനെ എല്ലാം ഡയലൂട്ട് ചെയ്യാനായിട്ട് ഇതിന്റെ ഓട്ടോണമി എടുത്തു കളയുന്നു. രണ്ടാമത്തെ ഇത് പ്രൈവറ്റൈസേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു മൊത്തം എഡ്യൂക്കേഷൻ സെക്ടർ പ്രൈവറ്റൈസേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു നീക്കം ഒരു വശത്ത് നടക്കുന്നു. ഇപ്പൊ സിലബസിനെ പറ്റി പറയുമ്പോൾ, ഇപ്പം CBSEയുടെ സിലബസ് ഏതാണ്ട് 30% സിലബസ് ആണ് വെട്ടിക്കുറച്ചത്. അപ്പൊ എന്തൊക്കെയാണ് വെട്ടിക്കുറച്ചെന്നുള്ളതാണ്.
അപ്പം നമ്മുടെ ഗവൺമെന്റ് ഒക്കെ കടന്നുകയറ്റമാണ് ഇവിടെ നമ്മൾ ശരിക്കും അറിയേണ്ടത്. അല്ലെങ്കിൽ CBSE പോലുള്ള സ്ഥാപനങ്ങളുടെ കടന്നുകയറ്റമാണ് നമ്മൾ. പൗരത്വം, മതേതരത്വം, റൈറ്റ്, GST, നോട്ട് നിരോധനം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, റൈറ്റ്, ദ ഫെഡറലിസം, സിറ്റിസൺഷിപ്പ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ട് കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങളാണ് ഇതിൽ നിന്ന് ഒഴിവാക്കി. ഇനിയും ഗവൺമെന്റിന് മാത്രം തീരുമാനിക്കാവുന്ന ഒരവസ്ഥയിൽ, നമ്മളൊന്ന് ചോദ്യം ചെയ്യാൻ അവിടെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഡിജിറ്റലൈസേഷൻ നമ്മളെ മാറ്റി. ഇപ്പം ഞാൻ പ്രാക്ടിക്കൽ അപ്രോച്ച്, ഞാൻ ആറാമത് പറയാനുള്ളത് എസ്പെഷ്യലി ദ കോഴ്സസ് ലൈക്ക് പ്രൊഫഷണൽ കോഴ്സസ്. ഇപ്പം പബ്ലിക് ഹെൽത്ത് കെയർ, അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ MEd, BEd, അല്ലെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ്, എവിടെയൊക്കെയോ പ്രാക്ടിക്കൽ ഓറിയന്റഡ് സോഴ്സസ് സെക്ടർ കോഴ്സസ് ഉണ്ടോ, അല്ലെങ്കിൽ ലാബ് ഓറിയന്റഡ് കോഴ്സസ് ഉണ്ടോ? അവിടെ എല്ലാം ഏറ്റവും വലിയൊരു ചലഞ്ചസ് ആണ് നമ്മളിപ്പം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ സർവേസ്, അല്ലെന്നുണ്ടെങ്കിൽ ഫീൽഡ് പ്രാക്ടിക്കം, ഇപ്പം MSW സോഷ്യൽ വർക്ക് കോഴ്സുകളിൽ, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് കോഴ്സുകളിൽ, പാരാമെഡിക്കൽ കോഴ്സസിൽ, BEd, MEd, ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളിലും, ആയിരക്കണക്കിന് കോഴ്സസിൽ ഫീൽഡ് പ്രാക്ടിക്കം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോമ്പണന്റ് ആണ്. ഞങ്ങളൊക്കെ 40% മാത്രമേ ക്ലാസ്സിൽ പഠിപ്പിക്കാറുള്ളൂ, ബാക്കി 60% ഫീൽഡ് പ്രാക്ടിക്കമാണ്. സർവീസ്, ക്വസ്റ്റിനെയർ, അപ്പൊ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോട് ഇന്ററാക്ട് ചെയ്യണം, ഇതൊക്കെ നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ പലരും പറയും ഗൂഗിൾ ഫോമിൽ കൂടെ സർവേ നടത്താം. ഗൂഗിൾ ഫോം ആർക്കാണ് ആക്സസ് ചെയ്യാവുന്നത്? ഒരു ആശാ വർക്കേഴ്സിനോ ഒരു മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറിനോ ഇത് ആക്സസ് ചെയ്യാൻ ഒക്കില്ല. ഒരു സ്ലമ്മിൽ കഴിയുന്ന കുഞ്ഞിന് ഇത് ആക്സസ് ചെയ്യാൻ ഒക്കില്ല. അപ്പം നമ്മുടെ സെലക്ഷൻ പ്രോസസ്, നമ്മുടെ റിസർച്ചിലുള്ള, അല്ലെങ്കിൽ റിസർച്ച് അറിയാവുന്നവർക്കറിയാം, അതിനകത്ത് വലിയൊരു സാമ്പിൾ എറർ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്റർ ഡിസിപ്ലിനറി, ഇപ്പം ഹെൽത്ത് പഠിക്കുന്ന ഒരു കുഞ്ഞ് ഫാമ പഠിക്കുന്ന കുഞ്ഞുമായിട്ട് ഇന്ററാക്ട് ചെയ്തില്ലെങ്കിൽ അവന്റെ ഭാവി വളരെ വലിയൊരു ആശങ്കയുണ്ടാക്കും. ഹിസ്റ്ററി പഠിക്കുന്ന ആള് പൊളിറ്റിക്കൽ സയൻസുമായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്തിരുന്നു. വി കോൾ ഇറ്റ് ഇന്റർ ഡിസിപ്ലിനറി. അപ്പൊ അങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ ഒരു ഇന്ററാക്ഷനോ ഈ ഡിജിറ്റലൈസേഷനിൽ നടക്കുന്നില്ല. ഹെൽത്ത്, പാരാമെഡിക്കൽ, റൈറ്റ്, ദ ഫാമ, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അങ്ങനെയുള്ള ചർച്ചകൾ നമ്മൾ ഇന്ന് ക്യാമ്പസിൽ നടക്കുന്നില്ല. ഗ്രൂപ്പ് ഡൈനാമിക്സ് ഇസ് അനദർ ഇഷ്യൂ, അല്ലെ? ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഗ്രൂപ്പിൽ എങ്ങനെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ഒരു പേഷ്യന്റിനോട് നേഴ്സ് എങ്ങനെ ഇടപെടണം, അതിന് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സും ഒരു സ്റ്റേക്ക് ഹോൾഡറിനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ ഈ സ്റ്റേക്ക് ഹോൾഡറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊന്നും ഡിജിറ്റലൈസേഷൻ നമുക്ക് നടക്കുന്നില്ല. ഇപ്പം ഈ ഓൾ ഇന്ത്യ സർവേ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഏതാണ്ട് 993 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, 40,000, 39,391 കോളേജസ് ഉണ്ട്, 10,725 ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്. അവരെല്ലാം പറയുന്നത് ഏതാണ്ട് ഇപ്പം 24% എൻറോൾമെന്റ് റേഷ്യോ, ഗ്രോസ് എൻറോൾമെന്റ് റേറ്റ്. ഡിജിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അത് 80% ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. നമ്മൾ എഡ്യൂക്കേഷൻ എപ്പോഴും കാണുന്നത് ഇങ്ങനെയുള്ള ക്ലാസ് റൂമിലേക്ക് നമ്മളെ ചുരുക്കുവാനായിട്ടാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അനദർ വൺ ഈസ് ലൈബ്രറി ആക്സസ്, ഡിജിറ്റൽ ലൈബ്രറി ആക്സസ്. നമ്മൾ എപ്പോഴും ഓർക്കും, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഇതുണ്ട്, എല്ലാം ഗൂഗിളിനകത്തുണ്ട്, അല്ലെങ്കിൽ എല്ലാം വിക്കിപീഡിയക്കകത്തുണ്ട്. പക്ഷേ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കുന്ന ഒരു കുഞ്ഞിനറിയാം എത്രമാത്രം നമുക്ക് ഗൂഗിളിനകത്ത് കിട്ടുമെന്ന്. ഒരു നല്ല ജേർണൽ വേണമെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും പറയും പേ $5 അല്ലെങ്കിൽ പേ $10. So who can afford to have actually that kind of system? അപ്പം അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one is actually the affordability of digital library. നമ്മൾ ഡേറ്റയ്ക്ക് വേണ്ടി ചാർജ് കൊടുക്കുന്നുണ്ട്, അതിനപ്പുറമായിട്ട് ഒരു നല്ല ജേർണൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്തേ പറ്റും.
One is actually the accessibility is not there, availability is not there, and affordability is not there, especially for the rural, especially for marginalized people. The language is another one. നമ്മൾ എപ്പോഴും ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഡിജിറ്റലൈസേഷൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഈസ് ദ ഓൺലി മീഡിയം. മൈക്രോസോഫ്റ്റ് പോലും ഇന്ത്യയിലെ പല ലാംഗ്വേജും റെക്കഗ്നൈസ് ചെയ്യാതെ കിടപ്പുണ്ട്. ഉറുദുക്കാരൻ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ എഴുതും? ഉറുദു ഒരു പക്ഷെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാതിരിക്കും. അങ്ങനെ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അതൊന്നും മൈക്രോസോഫ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളോ റെക്കഗ്നൈസ് പോലും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ഈസ് ദ ഓൺലി മീഡിയം എന്നാണ് നമ്മൾ ഈ ഡിജിറ്റലൈസേഷനും കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ accessibility and affordability, right? ഒരു ഡേറ്റയുടെ കണക്കും കൂടെ ഞാൻ തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്താം. ഏതാണ്ട് ഇപ്പൊ വേൾഡിൽ ഇറക്കുകയാണെങ്കിൽ 46% ഇന്റർനെറ്റ് കണക്ഷൻ, 14% പേർക്ക് ബ്രോഡ്ബാൻഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പം ഈ ഇന്ത്യയിലെ മൊബൈൽ കണക്ഷൻ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഹയർ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ, ഹയർ ഇൻകം ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ 100 ഹൗസ് ഹോൾഡ് എടുക്കുകയാണെങ്കിൽ 131 കണക്ഷൻ ഉണ്ട്. എന്നാൽ ഈ ലോവർ ഇൻകം ഗ്രൂപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ 100 ഹൗസ് ഹോൾഡ് എടുക്കുകയാണെങ്കിൽ 67 കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രിപ്ഷനെ പറ്റി നിങ്ങൾ പറയുകയാണെങ്കിൽ, എനിക്ക് പോലും ഇല്ല, ഞാൻ പോലും മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. ബ്രോഡ്ബാൻഡ് സബ്സ്ക്രിപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 28.3% ഹയർ ഗ്രൂപ്പിലുള്ളവർക്ക്, ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ളവർക്ക് 28.3% ആൾക്കാർക്ക് ബ്രോഡ്ബാൻഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. എന്നാൽ ലോവർ ഇൻകം ഗ്രൂപ്പിലോട്ട് വരികയാണെങ്കിൽ അത് 0.8% മാത്രം. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വൈഡ് ഒരു ഡിസ്പാരിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. 0.8 എവിടെ കിടക്കുന്നു, 28.3 എവിടെ കിടക്കുന്നു. ഇപ്പൊ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ, കാസ്റ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ജനറൽ കാറ്റഗറിയിൽ 95% ആൾക്കാർക്കും മൊബൈൽ കണക്ഷൻ ഉണ്ട്. എന്നാൽ ST കാറ്റഗറിയിൽ, ഷെഡ്യൂൾ ട്രൈബ്സിലോട്ട് പോവുകയാണെങ്കിൽ ഓൺലി 78% ആൾക്കാർക്ക് മാത്രമേ, 78% ആൾക്കാർക്ക് മാത്രമേ മൊബൈൽ കണക്ഷൻ പോലും ഉള്ളൂ. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കാര്യം എടുക്കുക, 17% ജനറൽ കാറ്റഗറിയിൽ ഹൗസ് ഹോൾഡിന് മാത്രമേ കമ്പ്യൂട്ടർ ഉള്ളൂ. എന്നാൽ STയിലോട്ട് വരികയാണെങ്കിൽ ഓൺലി 3% ആൾക്കാർക്ക് മാത്രമേ ST കമ്മ്യൂണിറ്റിയിൽ കമ്പ്യൂട്ടർ ഉള്ളൂ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആക്സസ് ഉള്ളൂ. 5% മാത്രം ആക്സസിബിലിറ്റി അല്ലെങ്കിൽ കമ്പ്യൂട്ടറേ ഉള്ളൂ SC കാറ്റഗറിയിൽ. നമ്മുടെ കണ്ണ് തുറക്കേണ്ട സമയമായി. അതൊക്കെ പോട്ട് റൂറൽ അർബൻ ഡിവൈഡ്. ഈ ഡിജിറ്റലൈസേഷൻ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് റൂറൽ അർബൻ ആണ്. അപ്പം 4.4% റൂറൽ ഹൗസ് ഹോൾഡ് മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടർ. 4.4% ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടർ ഇൻ റൂറൽ സൈഡ്. അപ്പം അർബൻ സൈഡിലെ 23.4%. അപ്പൊ ഇന്റർനെറ്റിന്റെ കാര്യം എടുക്കാം, 42% ആൾക്കാർക്ക്, ഡൽഹി ഉൾപ്പെടെയുള്ള മെട്രോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 42% ആൾക്കാർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. എന്നാൽ റൂറൽ സൈഡിൽ ഓൺലി 15% പീപ്പിൾ ഹാസ്, ദ റൂറൽ ഹൗസ് ഹോൾഡ് ഹാസ് ഇന്റർനെറ്റ്. അപ്പൊ ഓവറോൾ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 11%, 24% ഇന്റർനെറ്റ് കണക്ടിവിറ്റി മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. അപ്പൊ സ്റ്റേറ്റ് വൈസ് ഒന്ന് എടുക്കുക. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും എടുക്കാറുള്ള 2 സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡൽഹി ആൻഡ് കേരളയാണ്. ഏറ്റവും കൂടുതൽ അക്സസിബിലിറ്റി ഉള്ള 2 സ്റ്റേറ്റ്. ഡൽഹിയിൽ ഏതാണ്ട് 33% ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടർ ആക്സസ് ഉണ്ട്. കേരളത്തിൽ ഏതാണ്ട് 24 ഉണ്ട്. എന്നാൽ നിങ്ങൾ ജാർഖണ്ഡ് എടുക്കുക, ബീഹാർ എടുക്കുക, അവിടെ ഓൺലി 5%, 5% ആൾക്കാർക്ക് മാത്രമേ കമ്പ്യൂട്ടറിൽ ആക്സസ് ഉള്ളൂ. എന്റെ ഏതാണ്ട് 40% കുഞ്ഞുങ്ങള് ബീഹാറുകാർ അല്ലെങ്കിൽ ഇന്റീരിയർ UP-ക്കാർ. അപ്പൊ ഇന്റർനെറ്റിന്റെ കാര്യം എടുക്കുക, ഇന്റർനെറ്റ് 56% ഡൽഹിയിലുണ്ട്, കേരളത്തില് ഏതാണ്ട് 52% ഉണ്ട്. ആന്ധ്രാപ്രദേശിലോട്ട് പോകുമ്പം 17% ആൾക്കാർക്ക് മാത്രമേ ഇന്റർനെറ്റ് ഉള്ളൂ.
ബീഹാറിലും 15% മാത്രമേ ഉള്ളൂ. ഈ IT ഹബ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന ബാംഗ്ലൂർ, കർണാടകയിലെ 18% മാത്രമേ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കാനാണ്. നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യ എന്നത് കേരളമോ ഡൽഹിയോ ഒന്നുമല്ല. ഇപ്പം ജെൻഡർ അത് വലിയൊരു ഇതാണ്. അതിനകത്തുമുണ്ട് ഡിസ്പാരിറ്റി. നമ്മുടെ സ്ത്രീകൾക്ക് ഇന്റർനെറ്റിലുള്ള ആക്സസിബിലിറ്റി തീരെ കുറവാണ് കമ്പയർ ടു മെൻ. നെറ്റ്വർക്ക് സ്പീഡ് 130ാമത്തെ റാങ്കാണ്. 141 കൺട്രീസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റാങ്ക് 130ലാണ് നെറ്റ്വർക്ക് സ്പീഡില്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാം ഡെയിലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. ഡൗൺലോഡ് സ്പീഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇവിടെ നിർത്തിയാണ്. ഹയർ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ലോവർ മിഡിൽ ക്ലാസ് സൊസൈറ്റിയെ സംബന്ധിച്ച് അവരുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ഫ്യൂച്ചർ എന്ന് കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രോസ്പെരിറ്റി എപ്പോഴും കാണുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസത്തിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ്, എസ്പെഷ്യലി റൂറൽ ബെൽറ്റില്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് കനയ്യകുമാർ. കനയ്യ എന്തുകൊണ്ടാണ് ഡൽഹി JNUവിൽ വന്നത്? അപ്പം ഒരു വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തില് അവന്റെ പ്രോസ്പെരിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷനിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇതിലൊരു പ്രോസ്പെരിറ്റി കണ്ടുകൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്കോപ്പ് കണ്ടുകൊണ്ടാണ് കനയ്യകുമാറിനെ പോലുള്ളവർ പോലും ഡൽഹിയിൽ വന്നത്. അപ്പം അവരെ ഈ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ, അകറ്റി നിർത്തുവാനായിട്ട് ഈ ഡിജിറ്റലൈസേഷൻ കാരണമാകുന്നു. അതിന് മറ്റൊരു സംശയമില്ല. ഏറ്റവും അവസാനമായിട്ട് രണ്ട് കാര്യങ്ങൾ കൂടെ. ഒന്ന്, മെന്റൽ ഹെൽത്ത്. നമ്മൾ ഇപ്പം ഏറ്റവും കുറവ് ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച്, ഞാൻ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ പഠിപ്പീര് അതൊരു 35-40% മാത്രമേ. ഞാൻ അധ്യാപകൻ എന്ന ഉള്ള ഇതിൽ എന്റെ റോളിനോടൊപ്പം ഞാൻ ഒരു മെന്ററും കൂടിയാണ്. ഞാൻ എന്റെ പിള്ളേർക്ക് ഒരു ഗൈഡ് കൂടിയാണ്. എന്റെ വിദ്യാർത്ഥികൾക്ക് ഞാനൊരു കൗൺസിലർ കൂടിയാണ്. അവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനായിട്ട്, അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ, അവരുടെ വിഷമങ്ങൾ വന്ന് പറയാനായിട്ട്, അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടൊക്കെയുള്ള ഒരു 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 അപ്പന്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു കൗൺസിലറിന്റെ, ഒരു ഗൈഡിന്റെ, ഒരു മെന്ററിന്റെ ഒക്കെ റോളും കൂടെ ഞാൻ ഈ കോളേജ് ക്യാമ്പസിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഡിജിറ്റലൈസേഷനിൽ നഷ്ടം. ലാസ്റ്റില് ഈ ചോക്ക് ആൻഡ് ബോർഡ്, ഞാനൊക്കെ ചോക്ക് ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു ട്രെയിനിങ്ങും ഇല്ലാതാണ് ഞങ്ങൾ ഡിജിറ്റലൈസേഷനിലോട്ട് വന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്കുണ്ട്. ഇപ്പം JRF പോലുള്ള സാധനങ്ങൾ ഗവൺമെന്റ് ഓൾറെഡി നിർത്താനായിട്ട് തീരുമാനിച്ചു. അതിനൊക്കെ കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ MPhil, PhD, JRF ഇതൊക്കെ നിർത്തുവാൻ, അല്ലെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഡയല്യൂട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഗവൺമെന്റ് ഇത് ഉപയോഗിക്കും. അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഒരു കൊച്ചു കഥയല്ല, ഞാൻ പ്രത്യേകിച്ച് പബ്ലിക് ഹെൽത്ത് ആണ്. നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമപ്രദേശത്തിന്റെ സ്ഥിതി മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഒരു കഥ പറയാം. കഥയല്ല, നടന്ന സംഭവം. ഞാൻ ഒരു SHOയുമായിട്ട് സംസാരിക്കുന്നത്. ബീഹാറിലെ റെക്സോൾ എന്ന സ്ഥലം, നേപ്പാളിന്റെ ബോർഡറിലാണ് റെക്സോൾ. അപ്പൊ ആ SHO ഒരു കേസിനെ പറ്റി ഞങ്ങള് കേസ് എടുക്കാത്തതിന്റെ, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ തന്റെ മഴുകൊണ്ട് അടിച്ചു, ഒരുപാട് ബ്ലീഡിങ് ഉണ്ടായി. ആ സ്ത്രീ ആദ്യം അവിടുത്തെ സബ് സെന്ററിലേക്ക് കൊണ്ടുപോയി, ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയി. അവിടെ ആരും ഇല്ലായിരുന്നു, ആകെ ഒരു നേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. അവര് ചെറിയ ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂർ അവിടെ കിടത്തിയതിനു ശേഷം PHC എന്ന് പറഞ്ഞ പ്രൈമറി ഹെൽത്ത് സെന്ററിലോട്ട് കൊണ്ടുപോയി. അവിടെ ഏതാണ്ട് 10-12 മണിക്കൂർ വെറുതെ വേസ്റ്റ് ചെയ്തു. ഒരു ട്രിപ്പൊക്കെ ഇട്ടു. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IV ഫ്ലൂയിഡ് ഒക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു CHCയിലോട്ട് ഏതാണ്ട് 25 കിലോമീറ്റർ സഞ്ചരിച്ച് 30 കിലോമീറ്റർ, ഇത് ട്രാക്ടറിലാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്നത്. ഒന്ന് ആലോചിച്ച്. ഈ സ്ത്രീയെ കൊണ്ടുപോയി CHC, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയി. അവിടെ ഏതാണ്ട് 1-1.5 ദിവസം അവിടെ കിടന്നു. ഒന്നും ചെയ്തില്ല, കുറച്ച് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു. ഹെഡ് ഇഞ്ചുറിയാണ്, മഴുവിന് വെട്ടിയതാണ്. 72 മണിക്കൂർ കഴിഞ്ഞപ്പം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഈ സ്ത്രീ മരിച്ചു. അപ്പൊ ആ SHO ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ട് ഇത് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ വേണ്ടി
ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിലുള്ള ഞങ്ങൾ ചെന്നതാണ്. അതൊരു SHO ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സാറേ ഞാൻ ആരുടെ പേരില് കേസ് രജിസ്റ്റർ ചെയ്യണം? ഹൂ ഇസ് ദ കൾപ്രിറ്റ്? സിസ്റ്റം ആണോ കൾപ്രിറ്റ്, അതോ ആ ഭർത്താവാണോ കൾപ്രിറ്റ്? ആരാണ് ഇവിടെ തെറ്റുകൾ? ഏതാണ്ട് 72 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടായിട്ട് പോലും ആ സ്ത്രീക്ക് ഒരു ചെറിയ വിരൽ അനക്കുവാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂറൽ ഇന്ത്യയുടെ സ്ഥിതിയാണ്. അപ്പൊ ഞാൻ ഇവിടെ നിർത്തുകയാണ്. സംശയമില്ല, കോവിഡ് ആനന്തര ഇന്ത്യ അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് കോർപ്പറേറ്റുകൾക്ക് അടിമയായിട്ടുള്ള ഒരു ലോകമായിരിക്കും. ഈവൻ ഇൻ എഡ്യൂക്കേഷൻ സെന്റർ നമുക്ക് തരണം ചെയ്തേ പറ്റൂ. വി ഷാൽ ഓവർകം. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി ഡോക്ടർ സഖി ജോൺ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് വിശ്വജിത് വി വിനോദാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ഡൽഹി ജനസംസ്കൃതി ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന കാലിക പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾ. ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് സംസാരിക്കാനായി എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായി തന്നെ നന്ദി അർപ്പിക്കുന്നു. ഇനിയും ഇതുപോലുള്ള തെളിമയാർന്ന വിഷയങ്ങളിൽ വിവിധങ്ങളായ ചർച്ചകളും സംവാദങ്ങളും ഏറ്റെടുക്കാനായി ജനസംസ്കൃതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. പ്രധാനമായും വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വിഷയം എന്നൊരു വിഷയത്തിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലെ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന കോവിഡ് നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്ന വലിയ വെല്ലുവിളികൾ പ്രധാനമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ആ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വശം കൂടി അതിനുണ്ട്. ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നടപ്പാക്കപ്പെടുന്ന കാലഘട്ടം, അതായത് ഇന്ന് ഇന്ത്യൻ ഭരണസിര കേന്ദ്രത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റിന്റെ ഡിജിറ്റൽ വിദ്യാഭ്യാസം പൊതുവെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു തീരുമാനം അത് ഈ അടുത്ത കാലം കൊണ്ടുണ്ടായി രൂപാന്തരപ്പെട്ടു വന്നതല്ല. ഇത് വളരെ കാലം മുന്നേ എടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമായി അതിനെ വല്ലാത്ത തോതിൽ ആക്സിലറേറ്റ് ചെയ്യാൻ മാത്രമാണ് ഈ കോവിഡ് കാലഘട്ടം ഉപയോഗപ്പെടുത്തുന്നത്. പ്രധാനമായും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഗവൺമെന്റ് സ്വയം എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഈ അടുത്ത കാലത്തായി കുറേയേറെ സൂപ്പർ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞാൻ പഠിക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. നമുക്ക് അവിടെയുള്ള ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ് കോർ അല്ലെങ്കിൽ ഹാർഡ് കോർ കോഴ്സുകളെ പോലും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഓപ്റ്റ് ചെയ്യാൻ തക്ക വണ്ണത്തിലേക്ക് ഈ സ്വയം പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന കോഴ്സുകളെ ഇന്ന് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓൾറെഡി തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാക്കൽറ്റി സ്റ്റുഡന്റ് റേഷ്യോ എല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ എന്റെ ക്ലാസ്സിൽ എന്നോടൊപ്പം ഇരിക്കുന്ന 71 കുട്ടികളാണ്. അതായത് കേരളത്തിലെ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ 20ഓ 22ഓ മാക്സിമം PG ക്ലാസ്സിലെ കുട്ടികളുള്ള സാഹചര്യത്തിൽ നിന്നും നമ്മൾ 70ഓ അത് ഈ കൊല്ലം 84ആയി വർദ്ധിപ്പിക്കുന്നു. അതായത് ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ എന്നത് വലിയ സംഖ്യകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത്. അപ്പോൾ പരമാവധി ഇതിനെ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ള തരത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ പ്രൊമോട്ട് ചെയ്യുക, ഫാക്കൽറ്റീസിന്റെ എണ്ണം വളരെയേറെ വെട്ടിച്ചുരുക്കുക എന്നൊരു തീരുമാനമാണ് ഈ ഗവൺമെന്റ് എടുത്തു പോരുന്നത്. അത് കഴിഞ്ഞ ഒരു 6 കൊല്ലക്കാലമായി നമുക്ക് കൃത്യമായി ഇതിന്റെ സൂചനകൾ അവർ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത ബഡ്ജറ്റില് നമ്മൾ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷനിലെ സ്പെൻഡിങ് എടുത്ത് പരിശോധിച്ചാൽ അത് കേവലം 94,000 കോടി രൂപയിലേക്ക് ചുരുങ്ങി. GDP-യുടെ മൊത്തം സ്പെൻഡിങ് എടുത്തു നോക്കിയാൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻക്ലൂഷൻ വരുന്നത് 4.6% താഴെയാണ്. അതായത് ക്യാപിറ്റലിസം പ്രൊമോട്ട് ചെയ്യുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും ബേസിക് 6% ആണ് നീതി ആയോഗിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നത്. 6.2% ചെലവാക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ചെലവാക്കുന്നത് ഇത്രയും തുലോം തുച്ഛമായ തുകയാണ്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് വായിക്കാനിടയായി. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ വിദ്യാഭ്യാസ മേഖലയിലെ പ്രൈവറ്റ് സംരംഭങ്ങൾ അവർ ഒരു വർഷക്കാലം കളക്ട് ചെയ്യുന്ന ഫീസ് എന്നത് ഏകദേശം 10 ലക്ഷം കോടിയോളം രൂപയുടെ അടുത്താണ്. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന അതേ സമയത്താണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള തരത്തിൽ നമ്മൾ ഈ 1 ലക്ഷം കോടി രൂപയിൽ താഴെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റുമായി മുന്നോട്ട് പോകുന്നത്.
ഇത് എത്രത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതിൽ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഇത് കൺസിഡറബിൾ ആയിട്ട് എല്ലാ വർഷം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ ഒരു ഭാവിയിലെ പോക്ക് എങ്ങോട്ടായിരിക്കും എന്നതിനെ ആശ്രയിച്ച് തന്നെ ഇരിക്കും കോവിഡ് ആനന്തര കാലഘട്ടത്തിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഗതി തന്നെ. അപ്പൊ ഇത്രത്തോളം പ്രശ്നം ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ ഫേസ് ചെയ്യുന്നത്. ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉയർത്തുന്ന പ്രതിസന്ധികൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ആദ്യമായി തന്നെ ഫേസ് ചെയ്യുന്നത്, നമ്മളൊരു ക്യാമ്പസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വിദ്യാഭ്യാസവുമായി ലഭിക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷനുകൾക്ക് അപ്പുറം ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്ന ഒരു സ്പേസ്, അതായത് ലഭിക്കുന്ന ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ മൾട്ടി കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ, അവിടെ നടക്കുന്ന സംവാദങ്ങൾ, കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റി. നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ഡൽഹിയിലടക്കം ആണ് ഏറ്റവും ഈ CAA പ്രൊട്ടസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമായി തന്നെ ഒരു പ്രതിഷേധം രൂപപ്പെടുത്തി വരുന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാണ്. ഇത് കേവലം ഒരു സ്ഥലത്തെ മാത്രം പ്രത്യേകതയല്ല. ചരിത്രം ഉടനീളം പരിശോധിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം തന്നെ പൊട്ടിപ്പുറപ്പെടുന്നത് ഒരു ക്ലാസ് മുറിയിൽ നിന്നാണ്. അത്രത്തോളം സംവാദവും കോകരിക്കുലറായി പൊളിറ്റിക്കൽ കോൺഷ്യസ്നോടെ ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്ന ഒരു ക്യാമ്പസാണ്. അത് നമ്മൾ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ആകെ മിസ് ചെയ്യുന്നു എന്നുള്ളത് വലിയ ആശങ്ക പടർത്തുന്ന ഒന്നാണ്. കാരണം ഒരു വിദ്യാർത്ഥി ഇതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെ ഇത്രയും എക്സ്പോഷർ വരുന്ന ഒരു ക്യാമ്പസിൽ ചെലവാക്കുന്നത് വെറും 2 വർഷക്കാലമോ അതോ അതിൽ കുറവാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ വലിയൊരു സിംഹഭാഗവും ഈ കോവിഡ് കവർന്നു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഈ ക്യാമ്പസിൽ നിന്നും ഈ ഒരു കാലഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എക്സ്പോഷർ എന്നത് വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണ്. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, കാരണം ഒരു ഫാക്കൽറ്റിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇൻപുട്ടിന് അപ്പുറം നമ്മളെ ക്ലാസ് റൂമിൽ നടക്കുന്ന സംവാദങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉതിർന്നു വരുന്ന ചർച്ചകളുണ്ട്. അഥവാ ഫാക്കൽറ്റി നടത്തുന്ന ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷനെ റിയൽ ടൈമിൽ റീഡ് ചെയ്തെടുക്കാനെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ ലോകത്ത് കിടക്കുന്ന ക്ലാസ് റൂമുകളിൽ നിന്നും നമുക്ക് കേവലം കിട്ടുന്ന ഇൻഫോർമേഷൻ ഇൻപുട്ട് അതൊരു മൊണട്ടോണസ്, നരേന്ദ്രമോദി നടത്തിപ്പോകുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഡിജിറ്റൽ ലേണിംഗുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് കേട്ടു പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥ. ഈ പറയുന്ന എല്ലാ എലമെന്റുകളും അവിടെ മിസ് ഔട്ട് ആവുകയാണ്. പിന്നെ പ്രധാനമായി നേരിടുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഡിജിറ്റൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷൻ നടക്കുമ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് കടന്നു ചെല്ലുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫീസ്, അത് വെദർ പബ്ലിക് ഓർ പ്രൈവറ്റ് എന്ത് തന്നെ ആയിരുന്നാലും, നമ്മൾ ചെന്നിരിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ ഉത്തരവാദിത്തമാണ് ഇത് രൂപപ്പെടുത്തുകയെന്ന്. ഈ ഒരു കോവിഡ് കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, നമ്മൾ വിദ്യാഭ്യാസം നേടാനായി നമ്മൾ മുഴുവൻ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതിന് വേണ്ട ആവശ്യകതയായിരുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്തമായി മാറുകയാണ്. അത് ഒരുക്കുക എന്നതും പഠിക്കുക എന്നതും അവന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുകയാണ്. ഈ പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ഗവൺമെന്റ് ഇത്രയേറെ പിന്നാക്കം പോകുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ തലയിലേക്ക് മാത്രം ഒരു ബർഡനായി വെച്ചു കൊടുക്കുന്നത് ഇത്തരം എഡ്യൂക്കേഷൻ സംവിധാനം മുന്നോട്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ആശങ്ക അതാണ്. ഗവൺമെന്റ് വളരെ എളുപ്പം ഈ വിദ്യാഭ്യാസത്തിൽ നിന്നും കൈ കഴുകി മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസം നമ്മുടെ മുന്നോട്ട് വെക്കുന്നത്. കാരണം എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ സംവിധാനം സ്വന്തം വീടുകളിൽ ഒരുക്കാൻ പറ്റുമെന്നുള്ള വലിയ ആശങ്കയാണ്. കാരണം നമ്മുടെ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് പലർക്കും, കാരണം വീട്ടിലെല്ലാവർക്കും ഒരേ സാഹചര്യമായിരിക്കില്ല, മാർജിനലൈസ്ഡ് സെക്ഷനുകളിൽ നിന്നും വരുന്ന ആളുകൾക്ക് ഈ പറയുന്ന അവസ്ഥ, കുടുംബാന്തരീക്ഷം വളരെ വലിയൊരു ഘടകമാണ്. വീട്ടിലിരുന്ന് പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു ഒരു ക്ലാസ് റൂം ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സംവിധാനം ഇല്ല. ഇവിടെ വളരെയേറെ വരേണ്യവർഗത്തിന് മാത്രം വളരെ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം മാത്രമായി ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസം മാറുന്നതിന്റെ വലിയൊരു ആശങ്ക തന്നെ നമുക്ക് മുന്നിലുണ്ട്. പിന്നെ എടുത്തു പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഡിജിറ്റൽ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പരിശോധിക്കേണ്ട പ്രധാന കാരണം ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലൂടെ ഗവൺമെന്റ് ഈ അടുത്ത കാലത്ത് പ്രൊമോട്ട് ചെയ്യുന്ന കോഴ്സുകളെ പറ്റിയാണ്. അത് എടുത്ത് പരിശോധിക്കുമ്പോൾ, ഞാൻ ബേസിക്കലി ഒരു കൊമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. വളരെ സൂപ്പർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഈ പ്ലാറ്റ്ഫോമുകളിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഞങ്ങളുടെ സബ്ജക്ട് പോലും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ അകത്ത് തന്നെ വളരെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സ്ട്രീം ലൈൻ ചെയ്ത്
ബൈ പ്രൊഡക്റ്റ് ആയി കുട്ടികളെ മാറ്റുക എന്നുള്ള തരത്തിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള കോഴ്സുകൾ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു അടുത്ത കാലത്ത് തന്നെ തുടങ്ങി വെച്ചൊരു ട്രെൻഡാണ് ഈ സോഷ്യൽ സയൻസ് സ്ട്രീമുകളിൽ നിന്നുള്ള കോഴ്സുകൾ. അത് പ്രധാനമായും ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സുകളെ സൈഡ് ലൈൻ ചെയ്യുക. പ്രധാനമായിട്ടും സൂപ്പർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡയറക്റ്റ് കോർപ്പറേറ്റ് ഇൻപുട്ടിന് മാത്രം ഒതുങ്ങുന്ന തരത്തിലുള്ള കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ഏരിയകളിലേക്ക് മാത്രമാണ് ഇതിന്റെ ഫോക്കസ് പോകുന്നത്. അതായത് ഒരു രാജ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് ഇവിടെ ഇല്ലാതാവുന്നത്. കാരണം ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ നമ്മൾ പാടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രധാനമായി ഇതിനുതകുന്ന തരത്തിലുള്ള യാതൊരു കോഴ്സുകളും അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. എല്ലാം ഇത്തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ മാത്രമാണ് നടക്കുന്നത്. ഇത്തരം വെല്ലുവിളികളാണ് ഈ കോവിഡ് കാലഘട്ടം നമുക്ക് മുന്നേ ഉയർത്തുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഇതിനെ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നഖശിഖാന്തം എതിർക്കുന്നതിനേക്കാൾ ഉപരി ഒരു പ്രാക്ടിക്കൽ സൈഡ് ഓഫ് അപ്രോച്ചിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം ഗവൺമെന്റ് അത്തരം പ്രാക്ടിക്കൽ സൈഡുകളിലേക്ക് കടന്ന് ചിന്തിക്കുമെന്നുള്ളത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വലിയ ആശാവഹമായ ഒരു കാര്യമല്ലെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഒരു റിയലൈസേഷൻ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ഈ കോവിഡ് നമുക്ക് മുന്നേ കൃത്യമായി തന്നെ തുറന്ന് കാട്ടിത്തരുന്നുണ്ട്. കോവിഡ് എന്ന വൈറസിനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദുർഘടമാക്കുന്ന ഒന്ന് ഈ പറയുന്ന മുതലാളിത്ത വ്യവസ്ഥയും അല്ലെങ്കിൽ ഈ നിയോ ലിബറൽ പോളിസികൾ അഴിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള തരത്തിൽ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സംവിധാനം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഡീസെൻട്രലൈസേഷൻ തന്നെയാണ്. അത് നമ്മുടെ എക്സ്പീരിയൻസുകളിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വരുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള തരത്തിൽ നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ അത് കൃത്യമായി തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സുകൾ അടക്കമുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇവിടെ അത്തരൊരു സംവിധാനം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്നത് ഈ അർബൻ റൂറൽ ഡിവൈഡ് ഇല്ലാതെ വിദ്യാഭ്യാസ മേഖലയെ കൃത്യമായി ഡീസെൻട്രലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ചുറ്റിനും വീക്ഷിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ചുറ്റിനുമുള്ള പഞ്ചായത്തിൽ തന്നെ ചിലപ്പോൾ 2 or 3 പ്രൈമറി സ്കൂളുകൾ ലഭ്യമായിട്ടുണ്ട്. കേരളത്തിൽ 2014 മുന്നേ തന്നെ എല്ലാ പഞ്ചായത്തിലും ഹയർ സെക്കൻഡറി തലത്തിലുള്ള ഒരു സ്കൂളെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ എല്ലാ നിയോജക മണ്ഡലത്തിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു സർക്കാരോ ഗവൺമെന്റ് എയ്ഡഡ് കോളേജോ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ സെന്റേഴ്സ് ഉള്ള കോളേജുകൾ ഉണ്ടെന്നുള്ള ഉറപ്പുവരുത്തുന്നത്. ഇത്തരം ഗവൺമെന്റ് ബാക്കിംഗ് സംവിധാനത്തിലൂടെയാണ് നമുക്ക് ഇത്തരം പ്രതിസന്ധികളെ ഏറ്റവും കൂടുതൽ മറികടക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടാവും. കാരണം വളരെയേറെ സയൻസ് റിസർച്ചുകളുമായി മുന്നോട്ട് പോയ ഡെവലപ്ഡ് കൺട്രീസിൽ കോവിഡ് വന്നപ്പോൾ അതിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം എത്രത്തോളം അഫക്ട് ചെയ്യപ്പെട്ടെന്ന്. ഇറ്റലി നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ലോകത്തെ 2ാമത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം ഉണ്ടെന്ന് പറയപ്പെട്ടിരുന്ന രാജ്യമാണ്. ആ പറയുന്ന സ്റ്റാൻഡേർഡുകളാണ് അവിടെ പ്രശ്നം. ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ ഡിറ്റർമൈൻ ചെയ്തിരുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയായിരുന്നു. പക്ഷെ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യൂബ പോലുള്ള രാജ്യങ്ങളിൽ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത പൊതുജനാരോഗ്യ സംവിധാനമായിരുന്നു. ചിലപ്പോൾ നമ്മൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ വളരെ മികച്ച നിലവാരത്തിലുള്ള ഇൻഡിവിജ്വൽ ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആശുപത്രികളും അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അത്തരം സംവിധാനങ്ങളെക്കാൾ ഉപരി ഒരു പൊതുജനാരോഗ്യ സംവിധാനം എങ്ങനെ ഈ ക്രൈസിസ് കാലഘട്ടത്തിൽ നമ്മൾ സഹായിക്കുമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ എടുത്ത് ചിന്തിക്കുമ്പോഴും ഈ പറഞ്ഞ സംവിധാനം തന്നെ വളരെ ഈ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഈ ക്രൈസിസ് കാലഘട്ടത്തിൽ എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് വളരെയേറെ സഹായമായിരുന്നു ഈ ക്രൈസിസ് കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ അർബൻ റൂറൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന വലിയ വിഷയങ്ങളുണ്ട്. കാരണം ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു റൂറൽ നമുക്ക് കേരളത്തിൽ ഇത്ര വലിയ പ്രതിസന്ധി നേരിടാത്തത് ഇത്തരം ഒരു ഡിവിഷൻ ഇവിടെ വല്ലാത്ത തോതിലില്ല. പക്ഷേ നോർത്തിലേക്കെല്ലാം ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്ന അവരെ നേരിടുന്ന കണക്ട് ചെയ്യാൻ തന്നെ പാടുപെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞങ്ങളുടെ ഒരു സിലബസിലേക്ക് ആദ്യമായി തന്നെ ഈ ഓൺലൈൻ ക്ലാസിന്റെ കോവിഡ് കാലത്ത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ വിരോധാഭാസമായി തോന്നിയ ഒരു കാര്യമുണ്ട്. കാരണം ഇന്ത്യയിൽ ഇത്തരം ഒരു സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്റെ ക്ലാസ്സിൽ കാശ്മീർ മുതൽ കേരളത്തിലുള്ള വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്.
ത്തിലൂടെ ക്ലാസ് റൂം പ്രൊമോട്ട് ചെയ്യുന്ന ഇതേ സാഹചര്യത്തിലാണ് കാശ്മീരിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ അടുത്ത കാലത്ത് ഇന്റർനെറ്റ് കണക്ഷൻ അടക്കം വിച്ഛേദിച്ച ശേഷം പുനഃസ്ഥാപിച്ചത് കേവലം 2G കണക്ഷനാണ്. എന്റെ ക്ലാസ്സിൽ എന്റെ സഹപാഠിയായ മുഹമ്മദ് യൂസഫിന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ക്ലാസ്സിൽ എങ്ങനെ ഞങ്ങൾ കൂടെ ക്ലാസ് റൂം ഷെയർ ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഫാക്കൽറ്റിയുടെ അടുത്ത് ഉന്നയിക്കുമ്പോഴാണ് അവര് പോലും ഈ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റുഡൻസിനെ പറ്റി ബോധറാവുന്നത് പോലും ആ ഒരു സമയത്താണ്. അപ്പൊ അതേപോലെ ഒരു വിദ്യാർത്ഥിക്കെങ്കിലും, കേവലം ഒരു വിദ്യാർത്ഥിക്ക് ഈ അവസരം നഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ സംവിധാനം നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പെടാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് അവിടെ ഉന്നയിക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എത്രത്തോളം ക്യാമ്പസുകൾ, അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ ഫോഴ്സ്ഡ് ആണ്. കാരണം എത്രത്തോളം ഇതുപോലൊരു കൺസേൺ ഫാക്കൽറ്റീസിനെ അറിയിക്കാൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പൊ ഇത്തരം വലിയ പ്രതിസന്ധികളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്നത്. അപ്പൊ ഈ ഒരു സംവിധാനത്തിൽ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ വളരെ ആശങ്ക ഉണർത്തുന്ന വേറൊരു കണക്ക് കൂടി എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയിൽ. അത് കേരളവുമായി ബന്ധപ്പെട്ട് ഒരു കണക്ക് തന്നെ ഞാൻ പറഞ്ഞു പോകുന്ന, കാരണം ഡൽഹിയിലാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഇന്റർനെറ്റ് അവൈലബിലിറ്റി ഉള്ള ഒരു ക്രൗഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്സസിബിലിറ്റി ഉള്ള ഒരു ക്രൗഡ് ഉള്ളത്. പക്ഷെ ഡൽഹി വളരെ ഒരു അർബൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ വെച്ചുകൊണ്ട് നമുക്ക് മറ്റ് ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു ഡേറ്റ വെച്ച് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ആശങ്ക ഉണർത്തുന്ന കണക്ക് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പബ്ലിക് ബാക്കിങ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ട് പോലും ഇവിടെ നിൽക്കുന്ന ഡിജിറ്റൽ അസമത്വം നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ട ഒന്നാണ്. അത് കേരളത്തിലെ മാത്രം സ്ഥിതിയല്ല. കേരളത്തിൽ ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ പോലും എടുക്കുകയാണെങ്കിൽ അവർ ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡുമായി തട്ടി നോക്കുമ്പോൾ അവിടെ പോലും 6 പേരിൽ ഒരാൾ ഡിജിറ്റൽ അസമത്വം നേരിടുന്നുണ്ടെന്നാണ് കണക്ക്. കേരളത്തിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ 52% ആളുകൾക്ക് ഇന്റർനെറ്റ് ആക്സസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഇവിടെ ഈ അടുത്ത കാലത്ത് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൽ കൂടാതെ ഗവൺമെന്റ് വളരെ ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച് എന്ന ഭാഗമായി കേബിൾ ശൃംഖല ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നു പോരുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേബിൾ സംവിധാനം, 2 സംവിധാനങ്ങളും ഒരുപോലെ ഉപയോഗപ്പെടുത്തിയാണ് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്തുക എന്നുള്ളൊരു തരത്തിൽ ഒരു സംവിധാനമായി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ പോലും നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നം, ഇന്നത്തെ ട്രായുടെ കണക്കനുസരിച്ച് നമുക്ക് കേബിൾ TV ഡിജിറ്റൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 68,30,000 സബ്സ്ക്രൈബേഴ്സ് ആണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ചിലപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ട കാര്യം, ഒരു വീട്ടിൽ തന്നെ 2 or 3 കണക്ഷൻ ഉണ്ടായേക്കാം. അപ്പൊ ഒരു കുടുംബത്തിന്റെ ആവറേജ് എണ്ണം എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോലും ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ബാക്കി നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന ഇന്റർനെറ്റ് സംവിധാനത്തിനാണെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റി ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റൽ ഡിവൈസ് എങ്കിലും എന്നുള്ള തരത്തിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ ഒരു സർവേ നടത്തുമ്പോൾ 2.69 ലക്ഷം വിദ്യാർത്ഥികളായിരുന്നു കേവലം ഒരു ഡിജിറ്റൽ ഡിവൈസോ കേബിൾ TV ആക്സസോ ഇല്ലാതെ കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ വളരെ മികച്ച ഒരു രീതിയിൽ ഇതിനെ പാച്ചപ്പ് ചെയ്യുന്ന തരത്തിൽ ഉള്ള ഗവൺമെന്റ് സപ്പോർട്ട് കൊടുത്തത് മൂലം ഇന്ന് ഒരു പരിധി വരെ, കുറ്റമറ്റ സംവിധാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല, ഒരു പരിധി വരെ ഇതിനെ ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം സന്നദ്ധ സംഘടനാ പ്രവർത്തനവും മൂലം, ഗവൺമെന്റ് സപ്പോർട്ട് മൂലം, അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഫൈനാൻസുകൾ മൂലം പരമാവധി ഡിജിറ്റൽ ഡിവൈസുകൾ കുട്ടികളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു പോരുന്നുണ്ട്. പക്ഷെ നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത് ഇന്ത്യൻ സാഹചര്യത്തിൽ എത്രത്തോളം ഈ പറയുന്ന ഗവൺമെന്റ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടോ നമ്മുടെ കയ്യിൽ ഒരു ഡിജിറ്റൽ ഡിവൈസ് എങ്കിലും ഉണ്ടോ എന്നുള്ള തരത്തിൽ സർവേ നടത്താൻ പോലും തയ്യാറാവാത്ത ഒരു ഗവൺമെന്റ് സംവിധാനമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പൊ ഇത്രത്തോളം ഗവൺമെന്റ് സപ്പോർട്ട് കൊടുത്ത് ഡിജിറ്റൽ ആക്സസിബിലിറ്റി ഉള്ള ഒരു സംസ്ഥാനത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ, വൈഡർ ഇന്ത്യയെ എടുക്കുമ്പോൾ ഇതിന്റെ അവസ്ഥ എത്രത്തോളം ഭീതിജനകമാണെന്നുള്ളത് നമുക്ക് മുന്നിൽ വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ടും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു കാര്യം കോഴ്സ് കംപ്ലീഷനുമായി ബന്ധപ്പെട്ട. ടെക്നിക്കലി ഇന്ത്യയിലെ ഒരു ഭൂരിഭാഗം PG വിദ്യാർത്ഥികളും നേരിടുന്ന പ്രതിസന്ധി, ടെക്നിക്കലി അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ എക്സാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലും MHRDയുടെ ഒരു സർക്കുലർ നമ്മൾ കാണാനിടയുണ്ടായി. അതായത് ഫൈനൽ സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ എക്സാം നിർബന്ധമായും നടപ്പാക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു സർക്കുലറാണ് കാണുന്നത്. അതും സെപ്റ്റംബർ എൻഡോടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നത് വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ എലിജിബിലിറ്റി ഉള്ള ഒരുപാട് റിക്രൂട്ട്മെന്റുകൾ ഈ സമയത്ത് നടക്കുന്നുണ്ട്. കോവിഡ് കാലഘട്ടം ആണെങ്കിൽ പോലും ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് സെക്ടറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ള ഒരുപാട് റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നുണ്ട്.
ഈ ഒരു ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇത്തരം സംവിധാനങ്ങൾ ആകെ മിസ് ഔട്ട് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ആൻസൈറ്റി അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ് എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളത്, കാരണം നമ്മളെല്ലാവരും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ക്രൈസിസിന് ഒരുപോലെയാണ് നേരിടുന്നത്. അപ്പൊ ഈ ഒരു ക്രൈസിസിൽ ഉണ്ടാവുന്ന ആൻസൈറ്റിയിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളൊരു തരത്തിൽ തുടക്കം മുതലേ ക്ലാരിറ്റി ഇല്ലാത്ത തരത്തിലുള്ള സർക്കുലറുകളാണ് നിരന്തരമായി MHRDയുടെ കയ്യിൽ നിന്ന് വന്നുകൊണ്ട്. കാരണം നമുക്ക് ആകപ്പാടെ കൺഫ്യൂഷൻ കൂട്ടുക എന്നതിനപ്പുറം ഈ സർക്കുലർ തരുന്ന ഇൻപുട്ട് വേറെ ഒന്നും തന്നെയില്ല. ഈ കഴിഞ്ഞ ദിവസത്തെ ഈ സർക്കുലർ, കാരണം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അടക്കം ഇന്റേണൽ മാർക്കും പ്രീവിയസ് സെമസ്റ്റർ പെർഫോമൻസിനെ എല്ലാം ആവറേജ് ചെയ്തുകൊണ്ട് റിസൾട്ട് ഡിക്ലറേഷനുള്ള പുറപ്പാടിലായിരുന്നു യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ. പക്ഷെ അവിടെ നിന്നാണ് ഈ സർക്കുലർ ഉണ്ടാക്കുന്ന ഒരു വലിയ കൺഫ്യൂഷൻ. കാരണം ഇത് നമുക്ക് തന്നിരുന്ന ഉണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് അപ്രോച്ചുമായി ഗവൺമെന്റ് ചിന്തിച്ചില്ലെങ്കിൽ അത് ഈ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ് ഈ ഒരു കാലഘട്ടം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു നോക്കുമ്പോൾ ഈ പരമാവധി ഈ ഡിജിറ്റൽ സംവിധാനം ചിലപ്പോൾ ഒരു ആവശ്യകതയെ വന്നേക്കാം. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളത് ഒരു ഗവൺമെന്റ് സപ്പോർട്ടോടെ മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത്തരം ക്രൈസിസ് ചിലപ്പോൾ ഗവൺമെന്റിന് പോലും ഒരു മാറി ചിന്തിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് എത്രത്തോളം അവർ കൺസിഡർ ചെയ്യുന്നുള്ളത് നമുക്ക് മുൻകാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ര ആശാവഹമായ കാര്യമല്ലെങ്കിലും ഇത് എത്തരത്തിലുള്ള അപ്രോച്ചാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സഹായമായിട്ട് വരിക. ഈ അടുത്തൊരു എക്സാമ്പിൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2016 കേരളത്തിൽ പുതിയ സർക്കാർ വരുമ്പോൾ പ്രഖ്യാപിച്ചൊരു പദ്ധതിയുണ്ട്, K-Phone പദ്ധതി. അന്ന് ഈ പദ്ധതിക്ക് എന്താണ് ഇത്ര വലിയ ആവശ്യകത എന്ന് നമ്മൾ പോലും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം BPL കുടുംബങ്ങളിലേക്ക് ഇന്റർനെറ്റ് ഫ്രീ ആയി എത്തിക്കുക, കേവലം 200 രൂപ മുതലുള്ള ചെറിയ പ്ലാനുകളിൽ മിഡിൽ ക്ലാസ് കുടുംബങ്ങളിലേക്ക് ഇന്റർനെറ്റ് എത്തിക്കുക എന്നായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം. അത് ഈ വർഷക്കാലത്ത് എൻഡോടെ പൂർത്തീകരിക്കാമെന്നാണ് നമുക്ക് ന്യൂസുകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട്. പക്ഷെ അതിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യകത നമുക്ക് തുറന്നു കാട്ടിയത് ഈ ക്രൈസിസ് കാലഘട്ടമാണ്. കാരണം ഒരു സംസ്ഥാനത്തെ ഇത്രയും ഡിജിറ്റൽ അസമത്വത്തെ ഇത്തരം പദ്ധതികൾ എത്തരത്തിൽ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളൊരു വലിയ എക്സാമ്പിൾ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. അപ്പൊ ഇന്ത്യൻ സാഹചര്യത്തിലാണെങ്കിൽ ഇതുപോലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പ്രാരംഭഘട്ടത്തിൽ ഒരൊറ്റ സുപ്രഭാത കാലത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലുപരി ഗവൺമെന്റ് സപ്പോർട്ടും ഇത്രയും ദീർഘവീക്ഷണമാർന്ന പദ്ധതികളുടെ മുകളിലേക്ക് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനത്തെ പറ്റി ആലോചിക്കാൻ പറ്റൂ. നിലവിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതൊരു പോസിബിൾ അല്ലെങ്കിൽ ഇതൊരു നല്ല സ്ട്രാറ്റജി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടെ കണക്കിലെടുത്തേ നമുക്ക് ഈ കോവിഡ് കാലഘട്ടത്തെ വിദ്യാഭ്യാസ മേഖലയെ വീക്ഷിക്കാൻ പറ്റും. അപ്പൊ കോവിഡ് ആനന്തര കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മേഖല എടുത്തു പരിശോധിച്ചാൽ ഇത് വളരെ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു കാര്യമല്ല, വളരെയേറെ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത്. കാരണം ഇനിയും ഈ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കാൻ പോകുന്നത് ഇപ്പറഞ്ഞ ഗവൺമെന്റ് സംവിധാനവും നിയോ ലിബറൽ പോളിസിയും ക്യാപിറ്റലിസവും തന്നെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കിയാണ്. പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കഷന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചു പോവാമെന്നാണ് കരുതുന്നത്. വളരെ നന്ദി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാം. ആദ്യം ഉള്ള ഒരു ക്വസ്റ്റ്യൻ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിനകത്ത് ഒന്നൊന്നായിട്ട് ഞങ്ങൾ ചോദിക്കാം. ആദ്യം വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പോ സംവിധാനങ്ങൾ മൊത്തം ഓൺലൈൻ ആകുമ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ കോർപ്പറേറ്റുകളുടെ ഒരു മോണോപ്പൊളി. കാരണം ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു മോണോപ്പൊളി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ സഖി സാറിനോട് ഒരു ക്വസ്റ്റ്യൻ വന്നത്, ഫ്യൂച്ചറിൽ ഇന്റർനെറ്റ് ഓൺലൈൻ എഡ്യൂക്കേഷൻ മാത്രം ഒരു മേജർ ഇതായിട്ട് നിലനിൽക്കുമ്പോൾ വെറും ഒരു ജിയോ യൂണിവേഴ്സിറ്റി മാത്രമായിരിക്കുമോ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് ചോദ്യം. Is it audible? Yes, it is. Audible. Right. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ ക്യാപിറ്റലിസം, ഇപ്പം ക്രോണിക് ക്യാപിറ്റലിസം ഒരു എഡ്യൂക്കേഷൻ സെറ്റിൽ കൂടെ വരാൻ പോവാണ്. ഇപ്പം അത് ജിയോ മാത്രമല്ല, ജിയോയെ പോലുള്ള പല യൂണിവേഴ്സിറ്റികളും, ഇപ്പൊ ജിന്തൽ യൂണിവേഴ്സിറ്റി, അമിറ്റി യൂണിവേഴ്സിറ്റി, അശോക യൂണിവേഴ്സിറ്റി, അപ്പൊ ഇതൊക്കെ JNU പോലുള്ള നമ്മുടെ അല്ലെങ്കിൽ HCU പോലുള്ള, ജാമിയ മിലിയ പോലുള്ള, AMU പോലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ക്രോണിക് ക്യാപിറ്റലിസം എഡ്യൂക്കേഷൻ സെക്ടറിലും വരാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമൻസ് കടലാസിൽ പോലും ഇല്ലാത്ത ജിയോ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു. അപ്പം അങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റികള് നമുക്ക് ഇതൊരു ചലഞ്ചായിട്ട് ഒരു 5 വർഷത്തിനകം അല്ലെങ്കിൽ 10 വർഷത്തിനകം ഇങ്ങനെ ഈ ഗവൺമെന്റ് പോവുകയാണെങ്കിൽ, ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ പോളിസി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പൊ ഒരാള് കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ശരിയാക്കാം. പക്ഷെ സിസ്റ്റം മൊത്തം കറക്റ്റ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ഗവൺമെന്റിനെ എത്രമാത്രം വിശ്വസിക്കാം അല്ലെങ്കിൽ അവരുടെ പോളിസിയെ എത്രമാത്രം വിശ്വസിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഇത് പോവുകയാണെങ്കിൽ ഈ ക്രോണിക് ക്യാപിറ്റലിസം എഡ്യൂക്കേഷൻ സെക്ടറിലും തീർച്ചയായിട്ടും വരും. അത് ജിയോ മാത്രമല്ല, അമിറ്റി വരും, അശോക വരും, ജിന്തൽ വരും, അങ്ങനെ അപ്പിജെ വരും, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഈ ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ സെന്ററിൽ വരും. അടുത്ത ചോദ്യം വിശ്വജിത്തിനോടാണ്. ഒരു സൈഡിൽ ഗവൺമെന്റ് ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുകയും അത് എല്ലാവരും ആക്സസ് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ, മറ്റൊരു സൈഡിൽ നമുക്ക് റിസർച്ചിലും മറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്നത് ഈ ഒരു സ്കോളർഷിപ്പ് ഇല്ലായ്മ. കുറെ മാസങ്ങളായിട്ട് തന്നെ സ്കോളർഷിപ്പുകൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു പാൻഡമിക്കിന്റെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഈ ഒരു പാൻഡമിക് മാർച്ച് മാസത്തിലാണ് യൂണിവേഴ്സിറ്റികളെല്ലാം ക്ലോസ് ഡൗൺ ചെയ്യുന്നത്. പക്ഷെ അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുതൽ സ്കോളർഷിപ്പുകൾ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡിനയൽ മോഡിലുള്ള ഒരു ഗവൺമെന്റിനെ ഉണർത്തുക എന്നുള്ളത് ഏത് രീതിയിലാണ് നമ്മൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഒരു കൊളാബറേഷൻ ചെയ്യാൻ സാധിക്കുക? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ പോലും ഈ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസത്തോടുള്ള പൊതുവെയുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ സംസാരിച്ചു പോയതാണ്. അത് എത്രത്തോളം കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സിസ്റ്റത്തിന് എന്നുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ്. കഴിഞ്ഞ 6 കൊല്ലക്കാലത്തോളമായി ഇത്തരം ഒരു പാറ്റേൺ തന്നെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. എന്നിരുന്നാലും കളക്റ്റീവായിട്ട് വരുന്ന അധ്യാപക വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ ഒരുപാട് ചെറിയ തോതിലെങ്കിലും ചില ഇത്തരം തീരുമാനങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു മുൻകാല ചരിത്രം തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന ഗവൺമെന്റ് തന്നെ സ്കോളർഷിപ്പുകൾക്ക് എക്സ്ക്യൂസ് പറയുന്ന ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കേവലം 2.25 ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് കടമാണ് എഴുതി തള്ളാൻ ഈ കാലഘട്ടത്തെ വളരെ വിദഗ്ധമായി ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ എക്കണോമി തന്നെ ഈ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് സപ്ലൈ ഓറിയന്റഡ് എക്കണോമിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കോർപ്പറേറ്റുകൾക്ക് ഇൻസെന്റീവുകൾ കൊടുത്തും ഇളവുകൾ കൊടുത്തും ആണ് അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ബേസിക് ഈ പറയുന്ന സ്റ്റൈഫൻഡ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊണ്ട് മാത്രം ചില വിദ്യാർത്ഥികൾ പഠനത്തിനപ്പുറം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ കൂടെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ സ്ട്രൈവ് ചെയ്ത് പോകുന്നത്. ഈ വിദ്യാർത്ഥികൾ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനം എടുക്കുന്ന ഇതേ ഗവൺമെന്റ് തന്നെ വളരെ ലാഘവത്തോടെ ഈ എക്സ്ക്യൂസ് പറയുന്ന ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾക്ക് കൂടി ഈ കോവിഡ് പശ്ചാത്തലം ഉപയോഗപ്പെടുത്തുകയാണെന്നുള്ളതാണ് ഒരു കാര്യം. എന്നിരുന്നാലും ഇത്തരം വിഷയങ്ങളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും കളക്റ്റീവായിട്ട് കൃത്യമായി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അവശേഷിക്കുന്ന സിസ്റ്റത്തെ എങ്കിലും നിലനിർത്താൻ പറ്റൂ എന്നുള്ളതാണ് ഒരു വാസ്തവം. അടുത്തൊരു ചോദ്യം നമ്മൾ കുറച്ചൊക്കെ ഓൾറെഡി കവർ ചെയ്തതാണെങ്കിൽ കൂടി ഒന്നും കൂടെ ഒന്നൊരു ടാർഗറ്റഡ് റെസ്പോൺസ് എന്ന നിലയിൽ സഖി സാറിനോട്, സ്റ്റുഡൻസിന് മാത്രമല്ല ഈ ഡിജിറ്റൽ ഡിവൈഡ്, ടീച്ചേഴ്സിനും അത് ഈക്വലി ആപ്ലിക്കബിൾ ആണല്ലോ. ടീച്ചേഴ്സിന്റെ അടുത്ത് ഈ ഫെസിലിറ്റീസ്, ലാപ്ടോപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓൺലൈൻ ഫെസിലിറ്റീസും കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇൻ കേസ് ഇപ്പം ഇഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈസ് ദ വേ ഫോർവേഡ്, വേറസ് ഇപ്പൊ ഇങ്ങനെ പാൻഡമിക് നിലനിൽക്കുന്ന കാലത്ത് ഹൗ ക്യാൻ വി സോൾവ് ദാറ്റ് പ്രോബ്ലം? അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ടീച്ചേഴ്സിന്റെ ഇടയ്ക്കും ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡ് നിലനിൽക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സിനെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരില്ലേ ഈ ഒരു ലിമിറ്റേഷൻ കാരണം? എനിക്കൊന്ന് ശശികുമാർ സാറിന്റെ മുന്നെടുത്ത ചോദ്യം അത് തന്നെ ആയിരുന്നു.
ഇപ്പൊ യെയില് പോലുള്ള അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് പോലുള്ള യൂണിവേഴ്സിറ്റികൾ, അവിടെയൊന്നും എക്സാമിനേഷൻ പോലും ഇല്ല. അപ്പൊ നമുക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഈ കോവിഡ് കാലഘട്ടം. ഇപ്പൊ മുന്നോട്ടുള്ള കാലഘട്ടം അറിയാൻ പോകുന്നത് കോവിഡിന് മുൻപിലുള്ള കാലഘട്ടവും പോസ്റ്റ് കോവിഡ് കാലഘട്ടവും എന്ന് മാത്രമാണ് അറിയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഈ കോവിഡ് കാലഘട്ടം ഒരു ത്രെട്ടിനുപരി അല്ലെങ്കിൽ ഒരു ചലഞ്ചിനുപരി, ഒരു ഇഷ്യൂനുപരി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എടുക്കാം. അപ്പൊ ഞങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഒരു വർക്ക് ബേസ്ഡ് ലേണിംഗ് കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം UGC പോലുള്ള പ്രസ്ഥാന ഓർഗനൈസേഷനൊക്കെ എത്രമാത്രം അത് ചെയ്യാൻ ഒക്കും എന്ന് എനിക്കറിയില്ല. ഇപ്പം IOE, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ്, അതിനകത്ത് ഏതാണ്ട് 30% ഫോറിൻ സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ടും 30% ഫാക്കൽറ്റിയെ അവർക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഫോറിൻ ടീച്ചേഴ്സിനെ അവർക്ക് അപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ ഓട്ടോണമി കൊടുത്തുകൊണ്ടാണ് IOE പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ഇത്രയും ഗ്രാജുവേറ്റ്സ്, ഇത്രയും പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇത്രയും PhD സ്കോളേഴ്സ് നിൽക്കുമ്പോഴാണ് ഈ എഡ്യൂക്കേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസിന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികൾക്ക് അധികാരം കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് ബേസ്ഡ് ലേണിംഗ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒക്കും ഈ കോവിഡ് കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഇപ്പം യെയിൽ എടുത്താൽ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് എടുത്താൽ അല്ലെന്നുണ്ടെങ്കിൽ വെളിയിലെ ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും അവിടെ എക്സാമിനേഷൻ പോലും ഇല്ല. ഇപ്പൊ അഗ്രികൾച്ചർ നമുക്ക് വർക്ക് കൂടി അവരുടെ ജോലി സാധ്യത അവർക്ക് ഉറപ്പാക്കുകയും ചെയ്യും, എന്നാൽ അവർക്ക് ലേൺ ചെയ്യുകയും ചെയ്യാം, അവർക്ക് അവരുടെ വിദ്യാഭ്യാസം നടക്കും. അപ്പൊ അങ്ങനെ ഒരു മോഡലിലേക്ക് നമ്മൾ ഈ ഡിജിറ്റൽ ലേണിംഗ് സിസ്റ്റം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു പരാജയമായിരിക്കും. അപ്പം വർക്ക് ബേസ്ഡ് ലേണിംഗ് സിസ്റ്റത്തിലോട്ട് നമുക്ക് പോകേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പൊ അഗ്രികൾച്ചർ എടുത്താൽ അല്ലെങ്കിൽ ഫിഷിംഗ് എടുത്താൽ, ഫാമിംഗ് എടുത്താൽ, അപ്പൊ ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കോളേജിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയൊക്കെ ആണെങ്കിൽ 90% നമ്മുടെ അർബൺ ഏരിയയിലാണ്. അപ്പം ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് റീഹാബിലിറ്റേറ്റ് ഈ റൂറൽ സൈഡിലോട്ട് തന്നെ ചെയ്യാനൊക്കെ. ഇപ്പൊ ഫാമിങ് അല്ലെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ, റൈറ്റ്? അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് നമുക്ക് ഫോക്കസ് ചെയ്ത് ഇവരെ റൂറൽ സൈഡിലോട്ട് തന്നെ നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒക്കും. അങ്ങനെ ഒരു റൂറൽ എംപവർമെന്റ് നടക്കും. റൂറൽ എംപവർമെന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ 10% വരുന്ന ഏറ്റവും മണ്ടയ്ക്ക് ടോപ്പിൽ നിൽക്കുന്ന അവരെ മാത്രം നമ്മൾ ഉത്തേജിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന് ലോവർ ക്ലാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റൂറൽ ഏരിയ എന്ന് പറയുന്ന അവിടുത്തെ എക്കണോമി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി മെച്ചപ്പെടും, അല്ലെങ്കിൽ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മെച്ചപ്പെടും. അടുത്ത ചോദ്യം വിശ്വജിത്തിനോടാണ്. വ്യൂവർ ചോദിച്ചിരിക്കുന്നത്, ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നമ്മൾ പലയിടങ്ങളിലായി സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ ഈ ഓൺലൈൻ എക്സാമിനേഷനെതിരായിട്ടും അതുപോലെ UGCയുടെ പുതിയ സർക്കുലർക്കെതിരായിട്ടൊക്കെ പല തരത്തിലും പ്രൊട്ടസ്റ്റ് നടക്കുന്നു. പക്ഷേ ഈ ഒരു സ്റ്റുഡൻസിന്റെ ഇത്തരം പ്രൊട്ടസ്റ്റുകൾ സാധാരണ ആളുകളിലേക്ക് എത്തുന്നില്ല എന്നും കൂടി നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ ആക്ടിവിസ്റ്റുകൾ, പിഞ്ചിറ തോട് ആക്ടിവിസ്റ്റുകളായാലും മറ്റ് യൂണിവേഴ്സിറ്റി ലീഡേഴ്സ് ആയാലും ഇന്ന് ജയിലിലാണ്. നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണാൻ കഴിയില്ലാത്ത അത്ര ആക്ടിവിസ്റ്റുകൾ ജയിലിലാവുമ്പോൾ പോലും അത് വലിയൊരു വാർത്തയാവുന്നില്ല. മറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പോയൊരു പഠിക്കുകയാണ് ചെയ്യേണ്ടത്, രാഷ്ട്രീയം കളിക്കുകയല്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായം രൂപീകരിക്കാൻ ഒരു ലാപ്ഡോഗ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന് കഴിയുകയും ചെയ്യുന്നു. അപ്പോ ഈ പറയുന്ന എന്ന് വെച്ചാൽ ഇത് സർക്കാർ ഇനിയുള്ള സ്റ്റുഡൻസിനുള്ള ഒരു താക്കീത് കൂടിയായിട്ട് ഇവരുടെ ഒരു അറസ്റ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ശരിക്കും ഒരു ഫാസിസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ സ്റ്റുഡൻസ് റൈറ്റ്സിനെ സംരക്ഷിക്കാൻ നമുക്ക് പല രീതിയിലും ഹെൽപ്ലെസ്നെസ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഓൺലൈൻ വേണ്ട എന്ന് പറയുമ്പോൾ
ഓക്കെ, ഞാൻ ഹലോ. ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് കേട്ടിരുന്നു, അത് വെച്ച് ആൻസർ ചെയ്യാം. Yes. ഓക്കെ, പ്രധാനമായിട്ട് വ്യൂവറിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ എന്നത് സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റുകൾ എത്രത്തോളം ആളുകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പരിശോധിച്ചാൽ തുടക്കം UGC നമുക്ക് അപ്പോയിന്റ് ചെയ്തത് 2 കമ്മിറ്റികളായിരുന്നു. അതിൽ പ്രധാനമായിട്ടും വന്ന ശുപാർശ ഓൺലൈൻ എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്ന്, ഓൺലൈൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്നതുമായിരുന്നു. ഇതിനുശേഷം ഇന്ത്യയിലെ നിരവധി യൂണിവേഴ്സിറ്റികളിലായിട്ട് അതാത് യൂണിവേഴ്സിറ്റികളിലെ സ്റ്റുഡൻസ് ടേക്കപ്പ് ചെയ്ത പ്രൊട്ടസ്റ്റുകളുടെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും ഈ ഒരു സംവിധാനത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് വന്നത്. കാരണം ഇപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഞങ്ങളുടെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും JNUവിൽ നിരവധി ക്യാമ്പസുകളിൽ ഇത്തരം ആന്റി സ്റ്റുഡന്റ് പോളിസികൾക്കെതിരെ കൃത്യമായ ഡിസന്റ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എന്തെങ്കിലും ചേഞ്ചുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചത്. കാരണം ഞങ്ങളുടെ ക്യാമ്പസിലടക്കം അഡ്മിനിസ്ട്രേഷൻ ആദ്യഘട്ടത്തിൽ ഓൺലൈൻ എക്സാമിനേഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു സർക്കുലർ തന്നെ ഇറക്കുന്ന സ്ഥിതി ഉണ്ടായി. അതിന്റെ ഭാഗമായി സ്റ്റുഡൻസ് കൗൺസിൽ കോൾ ചെയ്ത് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതിഷേധം കണക്കിലെടുത്ത് മാത്രമാണ് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായത്. കാരണം ഒരു മുഴുവൻ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയെ പരിഗണിക്കാത്ത തരത്തിലുള്ള തീരുമാനങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലും ഈ പറഞ്ഞ ഗവൺമെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. ഇതിനെ കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തി ചെറുത്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഇത്തരം ആന്റി സ്റ്റുഡന്റ് പോളിസികളെ ഒരു പരിധി വരെയെങ്കിലും പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അടുത്ത് കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും രാജ്യത്തെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്ന ക്യാമ്പസുകൾ അല്ലെങ്കിൽ ഇത്തരം സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റുകൾ ഇവരെല്ലാം തന്നെ ഈ ഫാസിസ്റ്റ് ഭരണകൂടം പേഴ്സണലായി തന്നെ വളരെയേറെ ടാർഗറ്റ് ചെയ്ത് ഇരുമ്പഴിക്ക് ഉള്ളിലാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് പോരുന്നത്. എന്നിരുന്നാലും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എല്ലാ കാലഘട്ടത്തും ഒരു ഫാസിസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ അവർക്കെതിരെ സ്വരങ്ങൾ ഉയർത്തുന്ന എല്ലാ ശബ്ദത്തെയും ഇത്തരത്തിൽ തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ ഒരു എക്സ്ട്രീം റൈറ്റ് വിങ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പഴയ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ പോലും സമാനതകളില്ലാത്ത വിദ്യാർത്ഥി പോരാട്ടത്തിലൂടെയാണ് ഇന്നത്തെ ക്യാമ്പസിലെ വിദ്യാഭ്യാസ അന്തരീക്ഷം തന്നെ രൂപപ്പെട്ടത്. അപ്പൊ ഈ ഒരു സംവിധാനത്തിന് കുറച്ചുകൂടെ മീഡിയ അറ്റൻഷൻ കിട്ടുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ ആളുകൾ അറിയുന്നു എന്നുള്ളത് തന്നെ വേണം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഈ മുൻകാലങ്ങളിലെ പകുതിയേറെ വിദ്യാർത്ഥി പോരാട്ടങ്ങളുടെയും ചരിത്രം വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് അറിയുന്നത്. ഇന്നതിന് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടുക എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് നിന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇതിന്റെ ഭാഗമായി നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യൻ മീഡിയ ഈ പറഞ്ഞ വിദ്യാർത്ഥി സമരങ്ങളെ എത്രത്തോളം ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ആശങ്ക. ഈ അടുത്ത കാലത്ത് നമുക്ക് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ക്യാമ്പസുകളിൽ നിന്നും വരുന്ന പ്രതിഷേധ സ്വരങ്ങളെ കുറച്ചുകൂടെ മീഡിയയിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടുവരുന്ന ഒരു സ്ഥിതി. കുറച്ചുകൂടെ പുറം ലോകത്തേക്ക് ആ സമരങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ സൗത്തിലേക്കെല്ലാം വരുമ്പോൾ ഈ ഇവിടേക്കുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അടക്കം ടേക്കപ്പ് ചെയ്യുന്ന പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം മീഡിയ കവർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. ഈ അടുത്ത കാലത്ത് ഒരു മീഡിയ ജേർണൽസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജേർണൽ വായിക്കാനിടയായത് പ്രധാനമായിട്ടും 24% ഒരു പേപ്പറിന്റെ ഫ്രണ്ട് പേജ് ന്യൂസ് കവർ ചെയ്യുന്നത് എൻറ്റയർലി ഡൽഹി എന്നൊരു ബേസിലുള്ള സിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂസ് റിപ്പോർട്ട്സ് ആണ് കവർ ചെയ്തു പോകുന്നത്. അപ്പൊ ബാക്കി സ്ഥലങ്ങളിലുള്ള ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വന്നാലും അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ്. കാരണം ഇന്ത്യൻ മീഡിയ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഇതാണ്. ഈ അടുത്ത കാലത്ത് പോലും നിരവധി പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായെങ്കിലും CAA പ്രൊട്ടസ്റ്റായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഒരു സമരം പുറത്തേക്ക് എത്തുന്നത്. കാരണം അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കോൺവൊക്കേഷൻ ബഹിഷ്കരിച്ചത് മൂലമാണ് ആ വാർത്ത അത്രത്തോളം പുറത്തേക്ക് എത്തുന്നത്. അപ്പൊ ഇതുമായി അവിടെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് 33 ദിവസക്കാലം സമരം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇൻഡെഫിനിറ്റ് ഹങ്കർ സ്ട്രൈക്കിൽ വരെ വിദ്യാർത്ഥികൾ പോകേണ്ടി വന്നു. ഈ സമരത്തെ എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രതിസന്ധി ഇന്നും വിദ്യാർത്ഥി സമൂഹം നേരിടുന്നുണ്ട്. കാരണം അതിനെ എത്രത്തോളം ഇന്ത്യൻ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഇന്ത്യൻ മീഡിയ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് നിന്ന് നോക്കിക്കാണുമ്പോൾ വലിയ ആശങ്കയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു പേഴ്സണലായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഫാസിസ്റ്റ് ഭരണകൂടം സൈലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല ഈ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി പോരാട്ടങ്ങൾ. കാരണം
എവിടെയൊക്കെ സ്വന്തം റൈറ്റ്സ് കവർന്നെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് നേരെ ഡയറക്റ്റ് ഇൻജസ്റ്റിസ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അത് എത്രത്തോളം കൂടുതൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്തോറും അത് കരുത്താർജിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ എല്ലാ കോട്ടകത്തലങ്ങളും ഒരു നാൾ തകർത്തെറിയപ്പെടും എന്ന് തന്നെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റിന്റേതായ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റേതായ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തെ നീക്കത്തെ വീക്ഷിച്ച് കാണുന്നതിനാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ നിരീക്ഷണത്തിൽ എനിക്ക് കൂടുതൽ താല്പര്യം. അടുത്തൊരു ചോദ്യം സഖി സാറിനോട് ചോദിച്ചത്, ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ വരുമ്പോ റിസർച്ച് ബേസ്ഡ് ലാബ് ബേസ്ഡ് ആയിട്ടുള്ള കുറെ കോഴ്സസ് ഓൺലൈൻ മാത്രം നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പാൻഡമിക്കിന്റെ അവസ്ഥ നിലനിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ സേഫ്റ്റി ഒക്കെ എൻഷുർ ചെയ്തുകൊണ്ട് ഹൗ ക്യാൻ വി അഡാപ്റ്റ്, ഹൗ ക്യാൻ വി ഡിവൈസ് മെഷേഴ്സ് to continue this research or lab based work or social surveys എന്നുള്ളതാണ് ഒരു ചോദ്യം. താങ്ക് യു. ഇപ്പം ലാബ് ബേസ്ഡ് ആയിട്ടുള്ള സാധനം അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ അവിടെ തന്നെ ലാബ് ഒരുപാട് തുറന്നിട്ട് 30% വിദ്യാർത്ഥികൾ വെച്ച് ഞങ്ങൾ ലാബ് തുറന്ന് പ്രവർത്തിക്കാനായിട്ടൊക്കെ തുടങ്ങും. എന്നാല് കൂടുതലും അഫക്ട് ചെയ്യുന്നത് ഈ സോഷ്യൽ റിസർച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം MSW അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ചാണ്. ഇപ്പൊ എന്റെ ഒരു 2 PhD സ്റ്റുഡൻസ് അവരുടെ ഡേറ്റ കളക്ഷൻ ഏതാണ്ട് 3 മാസമായിട്ട് നിൽക്കുക. അപ്പൊ അവരെ സംബന്ധിച്ച് ഗൂഗിൾ ഫോമിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഒരു IT ബേസ്ഡില് അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സൽ ഷീറ്റിനകത്ത് ഡേറ്റ കളക്ട് ചെയ്യാനൊക്കെ പറ്റില്ല. അവർ കമ്മ്യൂണിറ്റിയുമായിട്ട് പോയി ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ആ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവിടുന്ന് ആ കേസ് സ്റ്റഡി നടത്താനും അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ അത് വലിയൊരു അത് ഈ കോവിഡ് നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ തീവ്രത കുറയുന്നിടം വരെ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ സോഷ്യൽ റിസർച്ചിനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂ നിലനിൽക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. എനിക്ക് ഒരു PhD സ്റ്റുഡന്റ് ഉണ്ട് സിറിയയിൽ നിന്ന്. അപ്പം ലാംഗ്വേജ് വലിയൊരു ബാരിയർ ആണ്. ഈ ഫോറിനേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു സ്റ്റിഗ്മ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവരെ കാണുമ്പോൾ തന്നെ കോവിഡ് ആണെന്നുള്ള ഒരു എന്താ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യവും തരണം ചെയ്തിട്ടാണ് ഈ സ്റ്റുഡന്റ് ഈ കമ്മ്യൂണിറ്റിയിൽ പോയി ഈ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സമയം ഈ അറ്റ്ലീസ്റ്റ് ഈ പാൻഡമിക്കിന്റെ തീവ്രത കുറയാതെ ഒരു സോഷ്യൽ റിസർച്ച് ഡേറ്റ കളക്ഷൻ കേസ് സ്റ്റഡി ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു പക്ഷേ സയൻസ് ലാബുകൾ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ മെഡിക്കൽ കോഴ്സുകളിലുള്ള ലാബ് സിസ്റ്റം കുറച്ച് കുഞ്ഞുങ്ങളെ വെച്ച് അല്ലെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികളെ വെച്ച് ഓൾറെഡി ഫങ്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം രണ്ടുപേരോടും കൂടിയാണ്. ഈ കുറച്ചു നാൾ മുമ്പ് ജനസംസ്കൃതിയുടെ തന്നെ FB ലൈവ് സീരീസില് മുരളി തുമാരിക്കുടി സാറ് വന്നിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ഒരു 12th കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞിട്ട് PG PhD എന്നൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷന് പകരം ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ ആൾക്കാർ ഉറ്റുനോക്കുന്നത് വർക്ക് ബേസ്ഡ് എന്തൊക്കെയാണോ ക്വാളിഫിക്കേഷൻ വേണ്ടേ അത്രമാത്രം പഠിക്കുക. 12th വരെ കഴിഞ്ഞതിന് ശേഷം വർക്ക്, അതിനുശേഷം എപ്പോഴാണോ ആവശ്യം, എന്തൊക്കെ സ്കിൽസ് ആണോ ആവശ്യം അതനുസരിച്ച് പെർസ്യൂ ഫർദർ സ്റ്റഡീസ്. സോ അങ്ങനത്തെ ഒരു ഇന്ത്യയിൽ പൊതുവെ ഇപ്പൊ ആ ഒരു സിസ്റ്റം അങ്ങനെ വന്നിട്ടില്ല. സോ ഈ ഒരു കോവിഡ് കാരണം ഈ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോ ഒരുവിധം ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ 12th പാസ്സായവർ നോക്കുന്നത് തന്നെ ഇനി എന്ത് വർക്ക് സാധ്യതയുള്ള കോഴ്സുകളാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നായിരിക്കും ഒരു പക്ഷെ. കാരണം കോവിഡ് കാരണം കുറെ ജോബ് മാർക്കറ്റ് തന്നെ ഇല്ലാതായ ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രോസസ്, അതായത്
12th കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ട്ലി എംപ്ലോയ്മെന്റ്, അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഉള്ള എന്തൊക്കെയാണോ വേണ്ടത് അതനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പോസിബിലിറ്റി എത്രമാത്രം ഇപ്പോ വാലിഡ് ആണ്, ഒന്നത് വാലിഡ് ആണ്, രണ്ടാമത്തത് എത്രമാത്രം ശരിയാണ് എന്നുള്ള ഒരു ഒപ്പീനിയൻ, രണ്ടുപേരുടെ ഒരു ഒപ്പീനിയൻ ഒന്ന് അറിയാനായിരുന്നു. വിശ്വജിത്ത്, തീർച്ചയായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞ അതാണ്, വർക്ക് ബേസ്ഡ് ലേണിംഗിലോട്ട് നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. UGC പോലുള്ള ഓർഗനൈസേഷൻ അല്ലെന്നുണ്ടെങ്കിൽ UGC പോലുള്ള സംവിധാനങ്ങൾ എത്രമാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പം മൊത്തത്തില് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഉടച്ചു വാർക്കൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് കോവിഡ് സമയം നമുക്ക് പിടിച്ച് നിൽക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമ്മുടെ റൂറൽ സൈഡിലുണ്ട്. അത് എന്താണെങ്കിലും, ഫാമിംഗ് ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും ഇത് എന്താ പറയുന്നത്, എന്ത് ഇതാണെങ്കിലും. അപ്പൊ നമ്മുടെ റൂറൽ സെന്ററും പറയും, റൂറൽ ഡെവലപ്മെന്റ് നടക്കും, റൂറൽ എക്കണോമി വളരും, നമ്മുടെ താഴെ തട്ട് വളരും, അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ മാനേജ്മെന്റ് നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ട്, അല്ലെങ്കിൽ റവന്യൂ മാനേജ്മെന്റ് കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പം അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മാത്രമേ ഇനി നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ വിശ്വജിത്തിനോട് ഞാൻ യോജിക്കുന്നു. ക്യാബ് പോലുള്ള, ഇപ്പം അല്ലെന്നുണ്ടെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിനൊക്കെ പടയോട്ടം നൽകിയ ഏറ്റവും അവസാനത്തെ ഒരു കണ്ണിയാണ് സഫൂര. ഗർഭിണിയായ സഫൂരയെ നമ്മൾ ഏതാണ്ട് 30 ദിവസത്തോളം തുറങ്കലിൽ അടച്ചു. അപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടായത്. പക്ഷെ എത്ര പേര് അതിനെ നമുക്ക് പ്രതികരിക്കാൻ ഒത്തു എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പൊ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാനായിട്ട് ഇവിടെ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, പടയോട്ടങ്ങളിൽ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ എതിർപ്പ് നിർത്തലിലൂടെയൊക്കെ മാത്രമേ ഈ സിസ്റ്റം നമുക്ക് പുനഃപ്രതിഷ്ഠിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ റിഫോം ചെയ്യാനായിട്ട് നമുക്ക് ഒക്കത്തുള്ളൂ. അത് മേ ബി വിദ്യാർത്ഥി സമരങ്ങളാകാം, വിദ്യാർത്ഥി പ്രതിഷേധങ്ങളാവാം, എന്തുമായിക്കോട്ടെ. വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒന്നിച്ചു നിന്ന് റിഫോം ചെയ്യാതെ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിച്ചു നിന്ന് പ്രതിഷേധിക്കാതെ ഈ ഡെവലപ്മെന്റ് സ്റ്റുഡൻസ് എടുക്കുന്ന ഇനീഷ്യേറ്റീവിനെ അധ്യാപകരും അതുപോലുള്ള മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സും സപ്പോർട്ട് ചെയ്യാതെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അല്ലെന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ റീഫോം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ പറഞ്ഞൊരു സംവിധാനവുമായി ബന്ധപ്പെട്ട്, കാരണം ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് നിരക്ക് വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറെക്കുറെ ഇന്നത്തെ കണക്കുകൾ അനുസരിച്ച് 35% തന്നെ അൺഎംപ്ലോയ്മെന്റ് നിരക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഈ കോവിഡ് കാലഘട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഫോർ ദ സർവൈവൽ എന്നൊരു നീഡിനെ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വർക്ക് ബേസ്ഡ് ലേണിംഗ് ഒരു മെറിറ്റോറിയസ് സിസ്റ്റമായിട്ട് ഫീൽ ചെയ്യും. കാരണം കുറച്ചുകൂടെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു സംവിധാനമാണ്. അത് കുറച്ചുകൂടെ ജോബ് മാർക്കറ്റിന് സ്യൂട്ട് ചെയ്യുന്ന തരത്തിൽ കുട്ടികളെ വാർത്തെടുക്കാനും കുറെ റൂറൽ എക്കണോമിയിൽ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഇംപ്ലിമെന്റ് ചെയ്യാനും ഈ പറഞ്ഞ സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താമെങ്കിലും ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ആശങ്ക പങ്കുവെക്കുകയാണെങ്കിൽ, കാരണം മുൻകാലങ്ങളിൽ നമ്മുടെ പേരൻസിന്റെ ജനറേഷനിലായി എടുത്ത് പരിശോധിക്കുമ്പോൾ അന്നും ഈ പറഞ്ഞ IT സെക്ടർ അതേപോലെ BPO പോലുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എഡ്യൂക്കേഷൻ പ്രൊഫൈൽ എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുവിൽ എല്ലാവരും തന്നെ ബേസിക് സയൻസ് കോഴ്സുകൾക്ക് ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ഈ പറയുന്ന IT കമ്പനികൾ, അതായത് സോക്കോൾഡ് ഈ അവരുടെ ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമുള്ള കോർപ്പറേറ്റ് കമ്പനീസ് അവർക്ക് വേണ്ട ട്രെയിനിങ് ഇൻപുട്സ് കൊടുക്കുകയായിരുന്നു. ആ ട്രെയിനിങ്ങിന് വേണ്ട കോസ്റ്റുകൾ വഹിക്കുന്നത് അവിടെ ആ കോർപ്പറേറ്റ് സംവിധാനമായിരുന്നു. സോ അൾട്ടിമേറ്റ്ലി ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു തരത്തിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനം കൊടുത്തുകൊണ്ടിരുന്ന ട്രെയിനിങ് ഇൻപുട്സ്, അവർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ അപ്പോഴും ബേസിക് ഇൻപുട്ടിന് മുകളിലേക്ക് ഈ കൊടുക്കുന്ന ട്രെയിനിങ് ഇൻപുട്സ് അതിന്റെ കോസ്റ്റ് ബെയർ ചെയ്യുന്ന ഈ ഒരു സംവിധാനമായിരുന്നു.
പക്ഷെ ഇന്ന് ഈ മാർക്കറ്റ് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പാകപ്പെടുത്തി കുട്ടികളെ സ്ട്രീംലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്കയാണ്. കാരണം ചില സമയത്ത് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ചില പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ചില എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് ഡിമാൻഡ് ഏറി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മൈക്രോബയോളജി എല്ലാം വളരെ സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സ്ട്രീമിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ചിലപ്പോൾ ജോബ് മാർക്കറ്റിന് ഇത്തരം കോഴ്സുകളിൽ നിന്ന് വരുന്ന ആളുകളെ ആവശ്യമില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ മാത്രം പഠിച്ച് പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ സർവൈവ് ചെയ്യും, ഒരു പോസ്റ്റ് പീരീഡിൽ അവരെങ്ങനെ സർവൈവ് ചെയ്യും എന്ന് പറയുന്നത് ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം അറ്റ് ദ നീഡ് ഓഫ് ദ അവർ ചിലപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകൾ മാർക്കറ്റിന് വളരെയേറെ ആവശ്യമുള്ളതായിരിക്കാം, ഇമ്മീഡിയറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാം. പക്ഷെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ലോങ് ടേമിലേക്ക് ചിന്തിക്കുമ്പോൾ ഇങ്ങനൊരു സംവിധാനം ഒരു തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ആശങ്കപ്പെടുത്തുന്നില്ലേ എന്നുള്ളൊരു സംശയം വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. കാരണം ഈ പറയുന്ന ഒരു സംവിധാനം കുറ്റമറ്റത് ആയിട്ട് പൊതുവെ മൊത്തം രീതിയിൽ പരിഗണിക്കുമ്പോൾ കുറ്റമറ്റൊരു സംവിധാനം രൂപപ്പെടുത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. എവിടെയെങ്കിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഈ ഒരു ഫാക്ടറിനെ കൂടെ കൺസിഡറേഷനിൽ വെക്കാതെ നമ്മളൊരു സംവിധാനത്തെ ഡിസൈൻ ചെയ്യുന്നത് ഒരു ലോങ് ടേം പരിഗണിക്കുമ്പോൾ ഒരിക്കലും അഭികാമ്യമായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയെ പറ്റി നിരീക്ഷണം നടത്തുമ്പോൾ ഈ കേൾക്കുന്ന ഓഡിയൻസിനോടായിട്ട് ഒരു അഭ്യർത്ഥന എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്, കാരണം വിദ്യാഭ്യാസ മേഖല സമാനകളില്ലാത്ത പ്രതിസന്ധിയാണ് ഈ കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനിക്കാത്ത ചില പോരാട്ടങ്ങളും ചില ചെറുത്തുനിൽപ്പുകളുമാണ് ഇനിയും ഇതിനെ ഇത്തരത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. ഈ സംവിധാനത്തെ ഇത്തരത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും അടക്കമുള്ള സംവിധാനത്തിന്റെ സംയോജിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ് ആണെങ്കിലും അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ് ആണെങ്കിലും മ്യൂച്വലി സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള എക്സിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞ സംവിധാനത്തെ നിലനിർത്താൻ നമുക്ക് സഹായിക്കുകയുള്ളൂ എന്നൊരു ബോധ്യത്തിൽ വേണം ഈ കോവിഡാനന്തര കാലഘട്ടത്തിലും നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ അത്തരത്തിൽ വേണം നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇനി ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് എന്ന നിലയിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊന്ന് ക്ലബ് ചെയ്തിട്ട് ചോദിക്കാനുള്ളത്, ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡ് നിലനിൽക്കുന്ന ഗവൺമെന്റ് ഫെസിലിറ്റീസിന്റെ അഭാവം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ കൂടി ഒരു പോസ്റ്റ് കോവിഡ് വേൾഡ് ഉണ്ടാവുമ്പോൾ അവിടെ ഈ ഒരു കോവിഡാനന്തര ലോകത്ത് ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള പോരായ്മകൾ, അതായത് എല്ലാം മഗ്അപ്പ് ചെയ്തിട്ട് വെറും റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പ്രൈമറി ആണെങ്കിലും അങ്ങനെ കുറെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തില് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ചസ് ആഫ്റ്റർ കോവിഡ് എന്തെങ്കിലും നമുക്ക് ഇപ്പൊ ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടൈം ടു റിഫ്ലക്ട് ആണല്ലോ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇഫ് ദർ ഈസ് എനി പോസിറ്റീവ് ചേഞ്ചസ് that is going to happen post covid, രണ്ടുപേരുടെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് ചർച്ച വൈൻഡ് അപ്പ് ചെയ്യാം. സഖി സാറിന്റെ ഓഡിയോ മ്യൂട്ടഡ് ആണ്. സോറി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ വർക്ക് ബേസ്ഡ് ലേണിംഗിലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ റൂറൽ ബേസ്ഡ് ലേണിംഗിലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിലോട്ടൊക്കെ തിരിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഈ പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ ഈ കോവിഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നേ കാണാനായിട്ട് കഴിയും. എന്നാൽ അത് മുഴുവൻ നമ്മുടെ സിസ്റ്റത്തെ ബേസ് ചെയ്ത് നിന്നിരിക്കും. അവരുടെ വിഷനും അവരുടെ മിഷനും അവരുടെ ഒബ്ജക്റ്റീവും ഒക്കെ നമുക്ക് അതിനെ ബേസ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. അവര് എന്താഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് കാണുന്നു അല്ലെ. JNU പോലെയുള്ള അല്ലെന്നുണ്ടെങ്കിൽ HCU പോലെയുള്ള അല്ലെങ്കിൽ ജാമിയ പോലെയുള്ള അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം സർവകലാശാല പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലകള് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു
അവരെ എതിർത്ത് നിൽക്കുന്ന ഏത് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും അവരെ അതിനെ തകർത്ത് കളയുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എത്രമാത്രം അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. പക്ഷെ ഈ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ എക്കണോമി വളർത്തുവാനായിട്ട്, നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിന്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ വർക്ക് ബേസ്ഡ് ലേണിംഗ് ഇതിന് ഏറ്റവും നല്ലൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 90% ഉന്നത വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ അർബൻ ഏരിയയാണ് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ ഡിജിറ്റലൈസേഷനോടുകൂടി ഒരു റൂറൽ ബേസ്ഡ് ആകുവാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. ഒരു റൂറൽ സൈഡിലോട്ട് അല്ലെങ്കിൽ ഒരു 30% എങ്കിലും ഉന്നത വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി ഗവൺമെന്റ് റൂറൽ ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജസ്, യൂണിവേഴ്സിറ്റികളൊക്കെ റൂറൽ ബേസിലോട്ട് മാറുവാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഈ പോസ്റ്റ് കോവിഡിൽ ഞാൻ കാണുന്നു. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സ്റ്റുഡൻസ് മൂവ്മെന്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നതാഷ പോലെ, സഫൂര പോലെയുള്ള വിദ്യാർത്ഥി നേതാക്കള് എടുക്കുന്ന അവരുടെ സ്റ്റാൻഡിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അത് സ്റ്റുഡൻസ് മാത്രമല്ല, അധ്യാപകർ മാത്രമല്ല, ഇതിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അങ്ങനെ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നാൽ മാത്രമേ ഈ വിദ്യാഭ്യാസ, പ്രത്യേകിച്ച് ഇന്ത്യൻ സിസ്റ്റം, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് റിവൈവ് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുക, സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുക, പ്രതിഷേധങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സമരങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിൽ കൂടി മാത്രമേ നമുക്ക് ഇതൊന്ന് റിവോൾട്ട് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. താങ്ക് യു. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, പ്രധാനമായി ഈ കോവിഡ് കാലം നമുക്ക് മുന്നിലുള്ള ഉയർത്തിയ വെല്ലുവിളിയിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട്. കാരണം ഈ പറഞ്ഞ നിയോ ലിബറൽ സംവിധാനങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ ദുർഘടമാക്കുന്നുണ്ട് എന്ന് പൊതുവെ ഒരു വൈഡർ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു സാഹചര്യമാണ്. അപ്പൊ ഇത്തരം സിസ്റ്റത്തിനെ എങ്ങനെ നമ്മൾ സമീപിക്കുന്നു, അല്ലെങ്കിൽ ഇതിനോടൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്ന് രൂപപ്പെടുത്താൻ ഈ ഒരു കാലഘട്ടം പൊതുവിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഹെൽത്ത് ക്രൈസിസ് ആണ് ഉണ്ടായത്. അപ്പൊ ഈ ക്രൈസിസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതിൽ തീർത്തും ലോജിക്ക് ഇല്ലാത്ത തരത്തിൽ ആദ്യ സമയത്ത് ആഹ്വാനം ചെയ്ത കുറെ ക്യാമ്പയിനുകൾ നമ്മൾ കണ്ടിരുന്നു. പൊതുവെ ഈ പറയുന്ന പാത്രം കൊട്ടുന്ന ക്യാമ്പയിൻ ആണെങ്കിലും, ഇതേപോലെ ജനതാ കർഫ്യൂ അടക്കമുള്ള കുറെ ലോജിക്ക് ബേസ് ചെയ്തല്ലാത്ത ക്യാമ്പയിനുകൾ കണ്ട്. ഇതിൽ നിന്നും പിന്നീട് മുന്നോട്ട് വരുമ്പോഴുള്ള കാരണം, ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സയൻസ് ആണ് എന്ന തിരിച്ചറിവിലേക്ക്, അതായത് കുറച്ചുകൂടെ നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയിൽ സയന്റിഫിക് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പറമെന്റ് എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്താൻ ഈ കോവിഡ് കാലഘട്ടം സഹായിച്ചു. ഇത് മുന്നോട്ടുള്ള നോളജ് തേടുന്ന ഒരു അവസരത്തിൽ കുറച്ചുകൂടെ വാട്ട് ടു ടേക്ക് ഇൻ, വാട്ട് ടു ടേക്ക് ഔട്ട് എന്നുള്ളത് ഫിൽട്ടർ ചെയ്യാൻ ഒരു പരിധിവരെ വിദ്യാർത്ഥി സമൂഹത്തെ കുറച്ചുകൂടെ ബോധവാന്മാരാക്കാൻ ഉതകും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ വീക്ഷിക്കേണ്ട ഒരു പോയിന്റ്, ഈ അർബൻ റൂറൽ ഡിവൈഡ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു അസമത്വമുണ്ട്. ഇതിന് ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നത് ഈ പ്രത്യേകമായും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ നിലനിൽക്കുന്നത് ഇന്ത്യയുടെ നഗര കേന്ദ്രങ്ങളിലാണ്. ഇതിനെ കുറച്ചുകൂടെ അത്തരം ഏരിയകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ക്വാളിറ്റി ഫാക്കൽറ്റീസിന്റെ അവൈലബിലിറ്റി അവർക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന സംവിധാനം. ഈ ഒരു ഗവൺമെന്റ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് റൂറൽ ഏരിയകളിൽ ഇങ്ങനെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എമിനൻസ്, അതായത് ഗവൺമെന്റ് സെക്ടറിലുള്ള IOIകളോ പ്രൊമോട്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് അത്ര ശുഭാപ്തി വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല. ഈ ഗവൺമെന്റിന്റെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് ആകെ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, ഈ പറയുന്ന ഫാക്കൽറ്റികളെ ഓൺലൈനായിട്ട് ഗവൺമെന്റ് സപ്പോർട്ടോടെ ഇത്തരം മേഖലകളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു പരിധി വരെ നല്ല നിലയ്ക്കുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആക്സസിബിലിറ്റി ഈ റൂറൽ പോപ്പുലേഷന് കൂടെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് ഈ കോവിഡ് മേഖല നമുക്ക് മുന്നിൽ ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു വാതിൽ തുറന്നിടുന്നുണ്ട്. ഇത്തരം മാർഗങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ കുറെ കൂടി ഡീസെൻട്രലൈസ്ഡ് സംവിധാനത്തെ പറ്റി ആലോചിക്കാൻ വിദ്യാർത്ഥികൾക്കും ഗവൺമെന്റിനും സാധിക്കുന്ന ഒരു അവസരം കൂടി ഈ കോവിഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നിലനിൽക്കുന്ന ഒരു ആശങ്ക ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് നോംസ് അടക്കം ഇനി ക്യാമ്പസുകൾ ഇനി പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ തുറക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ എത്ര കാലത്തേക്ക് നമുക്ക് ഫോളോ ചെയ്യേണ്ട വരുമെന്നതിനെ പറ്റി ഒരു കൃത്യമായ ഐഡിയ ഇല്ല. ക്യാമ്പസുകളിൽ ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ചലനാത്മകതയെ നിലനിർത്തുന്ന ഒരു കാര്യം അവിടെ രൂപപ്പെടുന്ന ഈ സംവാദങ്ങൾ അല്ലെങ്കിൽ കൂട്ടായ പ്രതിഷേധങ്ങൾ, ഇത്തരം ചർച്ചകൾ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഈ കോവിഡ് ഉയർത്തുന്ന പ്രതിസന്ധി ഇനി നാളെകളിലെ ഇന്ത്യൻ ക്യാമ്പസിനെ എങ്ങനെ മുന്നോട്ട് നയിക്കും എന്നതിനെ പറ്റി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വലിയ ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം വരും കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ സയന്റിഫിക് റിസർച്ചിലൂടെ പുതിയ വാക്സിൻ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മുന്നോട്ട് പോവുക എന്നല്ലാതെ നമുക്കും ഒന്നും ചെയ്യാനില്ല. അപ്പൊ അത്തരം ഒരു കാര്യങ്ങളിൽ നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റുമെന്നും പഴയ പോലെ തന്നെ കൂടുതൽ ചലനാത്മകതയോടെ തന്നെ ഇന്ത്യൻ ക്യാമ്പസുകൾ, പ്രതിഷേധത്തിന്റെ സ്വരങ്ങളായി നിന്ന ഇന്ത്യൻ ക്യാമ്പസുകൾ അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിന്റെ കറക്റ്റീവ് ഫോഴ്സുകളായിട്ട് നിലനിൽക്കുമെന്ന് ഉള്ള ശുഭപ്രതീക്ഷയോടെ നമുക്ക് ഈ സെഷനെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു. വളരെ നല്ലൊരു പ്രസന്റേഷനും അതുപോലെ തന്നെ നല്ലൊരു എല്ലാ ടോപ്പിക്സും ടച്ച് ചെയ്തുള്ള ഒരു ഡിസ്കഷനും ആയിരുന്നു. നന്ദി പ്രകാശനത്തിനായി ഞാൻ നവനീതിനെ ക്ഷണിക്കുന്നു. മ്യൂട്ടാണ് നവനീത്. സോറി, 2 ദിവസത്തെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഈ 1.5 മണിക്കൂർ 2 മണിക്കൂർ ചർച്ചയിലൂടെ അവസാനിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല നമ്മൾ ഇവിടെ സംവദിച്ചു പോയത്. ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് സംസാരിച്ചതുപോലെ വളരെ അധികമായിട്ടുള്ള, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമങ്ങൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കോവിഡിന്റെ കടന്നുവരവുണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്നത് തീർത്തും സംവാദ വിഷയമാക്കേണ്ട, സൂചിപ്പിച്ചതുപോലെ സംവാദാത്മകതയുടെ, കോളേജിന്റെ ചലനാത്മകതയുടെ തിരുവട്ടം കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന ബോധ്യത്തിന്റെ പുറത്താണ് ജനസംസ്കൃതി യൂത്ത് വിങ് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ചെറുതെങ്കിലും രീതിയിലുള്ള ഒരു തുടക്കം എന്ന രീതിയിലെങ്കിലുമുള്ള ഈ ഫേസ്ബുക്ക് ലൈവ് സീരീസ് 2 ദ്വിദിന സംവാദ പരമ്പര നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൺക്ലൂഡിംഗ് ആയത് നമ്മൾ ഇന്ന് 2ാം ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വിഷയം കൈകാര്യം ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സജി ജോണും അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ വിശ്വജിത്തുമാണ്. രണ്ടുപേരും വിഷയത്തെ അധികരിച്ച് വളരെ മനോഹരമായി വിഷയം നിങ്ങളോട് സംവദിച്ചു എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. രണ്ടുപേർക്കും ജനസംസ്കൃതിയുടെ പേരിൽ, ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ, യൂത്ത് വിങ്ങിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ജനസംസ്കൃതിയെ സംബന്ധിച്ചുള്ള പോലെ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംവാദത്തിന്റെ കൂടെ ഒടുങ്ങുന്നതല്ല പ്രതിഷേധങ്ങളുടെ സ്വരം. ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ എന്ന് അവസാനിക്കുമെന്നറിയാത്ത ഒരു കെട്ടകാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് തന്നെ ഒരുപക്ഷെ നമുക്ക് ചെറുതെങ്കിലും ഒരു തരി പ്രതീക്ഷ നൽകുന്നത് നമുക്ക് കൈമോശം വന്നുകൊണ്ടിരുന്ന സയന്റിഫിക് ടെമ്പറിന്റെ, ശാസ്ത്രീയതയുടെ ഒരു വശത്തെ ചെറുതായെങ്കിലും ഉയർത്തിപ്പിടിക്കാൻ നമ്മെ ബോധവാന്മാരാക്കുന്ന ചെറിയ രീതിയിലെങ്കിലും ഇടപെടലുകൾ, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയ ഇടപെടലെങ്കിലും കോവിഡിന്റെ ഭാഗമായി മനുഷ്യർക്കിടയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു പ്രതീക്ഷയുടെ പുൽനാമ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധ സ്വരങ്ങൾ ഉയർക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് മുന്നോട്ട് കടന്നു പോകാൻ എല്ലാ വിദ്യാർത്ഥി സമൂഹത്തിനും പുരോഗമന സംഘടനകൾക്കൊക്കെ തന്നെ കഴിയേണ്ടതുണ്ട് എന്നുകൂടി പ്രത്യാശിക്കുന്നു. അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, തുറന്നു വരുന്ന ദിവസങ്ങളിലും ജനസംസ്കൃതിയുടെ ഈ FB ലൈവ് സീരീസ് തുറന്നു പോകുന്നതാണ്. ശനിയാഴ്ച ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകൾ ഒരു നേർക്കാഴ്ച എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ശ്രീ TV രാജേഷ് MLA-യും ശ്രീ അമൃത്ലാൽ സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ഇന്ത്യൻ എക്സ്പ്രസും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ സംസാരിക്കുന്നതാണ്. ശനിയാഴ്ച രാത്രി 7:30 ജനസംസ്കൃതിയുടെ പേജിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ലിംഗം, ലൈംഗികതയുടെ നാനാത്വം,
ഭരണഘടനയിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് മായാകൃഷ്ണനും ശീതൾ ശ്യാമും സംസാരിക്കുന്നതാണ്. തുടർന്ന് വരുന്ന ഈ 2 ചർച്ചകളിലേക്കും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. Thank you, Ashwati, Vishwadit, and